ഹായ് ഓൾ. എല്ലാവരും അടുത്ത UGC നെറ്റ് പരീക്ഷയ്ക്കുള്ള തകൃതിയായിട്ടുള്ള പഠിത്തത്തിലായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നമ്മള് കഴിഞ്ഞ ക്രിസ്റ്റലിന്റെ ടീം നിങ്ങൾക്ക് വേണ്ടിയിട്ട് കഴിഞ്ഞ ക്യാൻസൽഡ് എക്സാമിന്റെ മലയാളം പേപ്പറിന്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ചെയ്തിരുന്നു. ശ്രുതി മാം ആണ് ആദ്യത്തെ 50ഓളം ക്വസ്റ്റ്യൻസ് നമുക്ക് കൃത്യമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനടിയിൽ പലരും ബാക്കിയുള്ള ക്വസ്റ്റ്യൻസിന്റെയും കൂടി ചെയ്യാമോ എന്നുള്ള റിക്വസ്റ്റ് കണ്ടു. അപ്പൊ അതിന് പ്രകാരം നമ്മൾ ഇന്ന് നമ്മുടെ ബാക്കി വരുന്ന പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് ഒഴികെയുള്ള നമ്മുടെ ബാക്കി ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോവാണ്. അപ്പോൾ അടുത്ത പരീക്ഷ വരെയും പരീക്ഷയുടെ റിസൾട്ട് വരുന്ന ദിവസം വരെയും നമുക്ക് പഠനം എന്നുള്ളത് അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമായതുകൊണ്ട് എന്ത് ചെയ്യാ, ക്വസ്റ്റ്യൻ പേപ്പറും പേനയും പേപ്പറും ഒക്കെ എടുത്തു വെച്ചിട്ട് കൃത്യമായിട്ട് പരീക്ഷയെ ആ ഗൗരവത്തോടു കൂടി തന്നെ കാണുക. അപ്പൊ നമ്മൾ ഇന്ന് പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ 40ഓളം ക്വസ്റ്റ്യൻസ് ആണല്ലോ നമുക്ക് ബാക്കിയുള്ളത്. അപ്പോൾ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്ത് പോകാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. ക്വസ്റ്റ്യൻ ആൻസർ എന്നുള്ളതിന് പുറമെ കുറച്ചുകൂടി ഇൻഫർമേഷൻസ് നമുക്ക് തരാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ അധിക സമയം കളയുന്നില്ല. നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകണം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അസ്തഗിരീശ്വര മസ്തക സീമനി ആ വരികൾ വരുന്ന ക്വസ്റ്റ്യൻ ആയിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. പർവ്വതം കണക്ക് വലിയവായിരിക്കിന്റെ ആനത്തലവങ്ങളും കാണാകിന്തിതു പുലി അലറും കണക്കെ കേൾക്കായിന്തിതു തേരൊരുളൊച്ച സമുദ്രത്തിൽ തിര പോലെ ഒന്റിനു മീതെ മീതെ കാണാകിന്തിതു കുതിരപ്പട അനന്തരം ഈ രാജാവിന്റെ കൊടിയടയാളവും കാണാകിന്തിതു. ഏത് കൃതിയിലെ ഭാഷ? ഓപ്ഷൻ 1 ഭാഷാ കൗടിലീയം, 2 അംബരീഷോപാഖ്യാനം, 3 ബ്രഹ്മാണ്ഡ പുരാണം, 4 ദൂതവാക്യം ഗദ്യം. അല്ലെ? അപ്പൊ ഇത്തരത്തില് ഗദ്യത്തിന്റെ ഭാഗത്ത് നിന്ന് ശാസനങ്ങളിൽ നിന്നും അതുപോലെ തന്നെ ആദ്യകാല ഗദ്യകൃതികളിൽ നിന്നൊക്കെയുള്ള ഭാഗങ്ങൾ ഇത്തരത്തിൽ കോട്ട് ചെയ്ത് ചോദിക്കാറുള്ളത് UGC ഒരു പതിവാണ്. അപ്പോൾ അതിവിടെയും തെറ്റിച്ചിട്ടില്ല. അപ്പൊ ഇവിടെ ഇതിൽ കൊടുത്തിരിക്കുന്ന ഭാഷ നമ്മൾ ഒന്നുകൂടി കൃത്യമായിട്ട് നോക്കേണ്ടതുണ്ട്. ഒന്നുകൂടി കൃത്യമായി ചോദ്യം വായിച്ചു നോക്കിയതിന് ശേഷം ഒന്ന് ആലോചിച്ചാൽ നമുക്ക് കിട്ടാവുന്നതേ ഉള്ളൂ. പർവ്വതം കണക്ക് വലിയവായിരിക്കിന്റെ ആനത്തലവങ്ങളും കാണാകിന്റതു, അല്ലെ? അപ്പൊ ഇത്തരത്തിലുള്ള ഒരു ഭാഷ ഏതിലായിരിക്കും വരുന്നുണ്ടാവുക? അപ്പൊ ഏകദേശം ഒരു സെയിം പാറ്റേണിലുള്ള ഭാഷ വരുന്ന രീതിയിലുള്ള ഓപ്ഷൻസ് ആണ് നമുക്ക് കൊടുത്തിട്ടുള്ളത്. ഭാഷാ കൗടില്യത്തിലാണെങ്കിലും അംബരീഷോപാഖ്യാനത്തിലാണെങ്കിലും ഒക്കെ, അല്ലെ? അപ്പൊ നമ്മൾ സാഹിത്യ ചരിത്രങ്ങളൊക്കെ ഒന്ന് കണ്ണോടിച്ച് പോകുമ്പോൾ അതിനകത്ത് കോട്ട് ചെയ്തിട്ടുള്ള ഇത്തരം കൃതികളിൽ നിന്നുള്ള എടുത്തു ചേർത്തിട്ടുള്ള ഭാഗങ്ങളൊക്കെ ഒന്ന് ഫോക്കസ് ചെയ്യേണ്ടതാണ്. അത്തരത്തിലുള്ള ഒരു ഇൻഫർമേഷൻ കൂടിയാണ് ഈ ക്വസ്റ്റ്യൻ തരുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ ഉത്തരം ഏതാണ്? ഓപ്ഷൻ 3 ബ്രഹ്മാണ്ഡ പുരാണമാണ്, അല്ലെ? ഓപ്ഷൻ 3 ബ്രഹ്മാണ്ഡ പുരാണം. അപ്പോ നിരണം കവികളിലെ രാമപണിക്കരുടേതെന്ന് കരുതപ്പെടുന്ന ഒരു കൃതിയാണ് ഏത്? ബ്രഹ്മാണ്ഡ പുരാണം. ഭദ്രദീപ പ്രതിഷ്ഠാവ്രതം ഒക്കെ വിഷയമായിട്ട് വരുന്ന കൃതിയാണ് ബ്രഹ്മാണ്ഡ പുരാണം. അതൊക്കെ നമുക്കറിയാം. അപ്പൊ അതിനകത്താണ് ഈ പർവ്വതം കണക്ക് വലിയവായിരിക്കിന്റെ ആനത്തലവങ്ങളും കാണാകിന്റതു പുലി അലറും കണക്ക് കേൾക്കായിന്റിതു അങ്ങനെയുള്ള അത്തരത്തിലുള്ള ഒരു ഭാഷ വരുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു ഈ ഭാഷാ കൗടില്യം നമുക്കറിയാം ക്രിസ്തുവർഷം 1125-നും 1175-നും ഇടയ്ക്ക് രചിക്കപ്പെട്ട കൃതിയാണ്. ചാണക്യന്റെ അർത്ഥശാസ്ത്രത്തിന്റെ പരിഭാഷയാണ് എന്നെല്ലാം അറിയാം. അപ്പോ സംസ്കൃതത്തിന്റെ ഒരു സ്വാധീനം മലയാളത്തിൽ തുടങ്ങിയത് അത് വ്യക്തമാക്കുന്ന രീതിയിലുള്ള ഒരു ഭാഷയാണ് കൗടില്യത്തിനകത്തൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. ഇപ്പോ ഭർത്താവ് ചത്തപ്പോണ് ധർമ്മകാമമായി അപ്പോഴേ ആഭരണങ്ങളും കഴിച്ചു വെച്ച് ശുൽക്കശേഷവും ലഭിപ്പതു. ഇങ്ങനെ ഒരു പോർഷൻ എരുമേലിയുടെ പുസ്തകത്തിനകത്ത് കൊടുക്കുന്നുണ്ട്. ഭാഷാ കൗടില്യത്തിൽ നിന്ന് ഉദാഹരിച്ചിട്ടുണ്ട്. അപ്പൊ ഇതും എരുമേലിയുടെ പുസ്തകത്തിനകത്ത് കൃത്യമായിട്ട് കോട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ സാഹിത്യ ചരിത്രങ്ങളൊക്കെ കണ്ണോടിച്ചു പോയിട്ടുള്ള ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ളൊരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാനായിട്ട് പറ്റും. ഇനി ദൂതവാക്യമാണെങ്കിൽ വർഷം 14-ാം ശതകത്തിലാണ് എഴുതപ്പെട്ടിട്ടുള്ളത്. അതിൻ്റെ അകത്തുള്ള ഭാഷ ധർമ്മരാജ ശാസന നിമിത്തമായി കിഴക്കിൻ ദിക്കു ജയിപ്പാൻ അധ്യവസിച്ചെഴുന്നരുളിന്റെ അങ്ങനെയുള്ള ഒരു ഭാഷയാണ് അതിനകത്ത് വരുന്നത്. അപ്പോൾ ഈ ഓരോ കൃതികൾക്കകത്തുമുള്ള ഭാഷ എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കി വെക്കേണ്ടതാണ് എന്നുള്ളതാണ്. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. താല്പര്യം വേൾപ്പതിനുണ്ടതു ചേർപ്പതിനായി നീ തുടരണം. നളചരിതത്തിൽ ആര് ആരോട് പറയുന്നു? നമുക്കറിയാം ഉണ്ണായി വാര്യരുടെ നളചരിതം നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒഴിവാക്കാൻ കൂടാത്ത ഒന്നാണ്. ഓപ്ഷൻസ് തന്നിരിക്കുന്നത് കലി ദ്വാപരനോട്, നളൻ ഇന്ദ്രനോട്, ഋതുപർണൻ നളനോട്, ഇന്ദ്രൻ നളനോട്. ഇത്രയും ഓപ്ഷൻസ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോ ഇത് സിമ്പിൾ ആയിട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. താല്പര്യം വേൾപ്പതിനുണ്ടത് ചേർപ്പതിനായി നീ തുടരേണം. വേൾപ്പതിന് താല്പര്യമുണ്ട് എന്ന് പറയുന്നത് ആരായിരിക്കും?
തീർച്ചയായിട്ടും ഓപ്ഷൻ 4 ആയിരിക്കും അല്ലെ. ഇന്ദ്രൻ നളനോട് അല്ലെ. ഇന്ദ്രനാണല്ലോ നളനോട് പോകുന്ന വഴിക്ക് ഇങ്ങനെ ചോദിക്കുന്നത് ഭൈമിയെ വേൾക്കാനായിട്ട് താല്പര്യമുണ്ട് എന്നുള്ളത്. അപ്പൊ ആ ഒരു ഇൻസിഡന്റ് വെച്ച് നമുക്ക് അതിനെ ഓർമ്മിക്കാം. എപ്പോഴും ഇത് ഈ വരികളുമായിട്ടുള്ള ഒരു സാമ്യം വെച്ച് നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയണമെന്നില്ല. അപ്പൊ നളചരിതത്തിൽ നിന്നുള്ള വരികളൊക്കെ സാഹിത്യ ചരിത്രങ്ങളിലൊക്കെ കൊടുത്തിട്ടുള്ളതൊക്കെ കൃത്യമായിട്ട് നോക്കി പോവുക. ഒന്നാം ദിവസം, രണ്ടാം ദിവസം, മൂന്നാം ദിവസം, നാലാം ദിവസത്തെ കഥകളൊക്കെ മനസ്സിലാക്കി വെക്കുക. അതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. എപ്പോഴും നമുക്ക് യൗവനം വന്നുദിച്ചിട്ടും ചെറുതായുള്ള ചെറുപ്പം എന്നുള്ള വരികളൊക്കെ ചോദിക്കാറുണ്ട്. അത് ആരോട് പറയുന്നതാണ്? ഹംസം ദമയന്തിയോട് പറയുന്ന വാക്കുകളാണ് അല്ലെ. അതുപോലെ സൗവർണ ഹംസം ചെയ്ത ഒരു സൗഹൃദമായതു സൗഹൃദമേ ഒക്കെ കൃഷ്ണപിള്ളയുടെ പുസ്തകത്തിലൊക്കെ കോട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് നളചരിതം രണ്ടാം ദിവസത്തിൽ ആരോട് പറയുന്നു? നളൻ ഭൈമിയോട് അല്ലെങ്കിൽ ദമയന്തിയോട് പറയുന്ന വരികളാണ് അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള വരികള് ഏത് ദിവസം എന്നുള്ള രീതിയിലൊക്കെ UGC ചോദിക്കാറുണ്ട്. അപ്പൊ അതുകൂടി ഫോക്കസ് ചെയ്യാനാണ് ഈ ഒരു ക്വസ്റ്റ്യൻ വീണ്ടും ഓർമ്മിപ്പിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വർദ്ധിതതര ധവള ഹിമാലയ സന്നിഭ തുംഗശരീരൻ ആരെ വിശേഷിപ്പിക്കുന്നു? ഇരിയമ്മൻ തമ്പി കീചകനെ, കുഞ്ചൻ നമ്പ്യാർ ഹനുമാനെ, ഉണ്ണായി വാര്യർ നളനെ, കോട്ടയത്ത് തമ്പുരാൻ അർജുനനെ. അപ്പൊ ആട്ടക്കഥകളുടെ ഒക്കെ ഭാഗത്തുനിന്ന് ഫോക്കസ് ചെയ്തിട്ട് നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. ഇരിയമ്മൻ തമ്പി കീചകനെയാണോ, കുഞ്ചൻ നമ്പ്യാർ ഹനുമാനെയാണോ, ഉണ്ണായി വാര്യർ നളനെയാണോ, അതോ കോട്ടയത്ത് തമ്പുരാൻ അർജുനനെയാണോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഇവിടെ നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത് ഏതാണ്? ഓപ്ഷൻ 2 കുഞ്ചൻ നമ്പ്യാർ ഹനുമാനെ എന്നുള്ളതാണ് ഉത്തരം. വർദ്ധിത തരധവള ഹിമാലയ സന്നിഭ തുംഗശരീരൻ എന്നുള്ളതാണ് വിശേഷിപ്പിച്ചിട്ടുള്ളത്. അപ്പോ ആ ഒരു രൂപത്തെയൊക്കെ ഓർമ്മിപ്പിക്കുന്ന വിധത്തിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ 2 കുഞ്ചൻ നമ്പ്യാർ ഹനുമാനെ എന്നുള്ളതാണ്. ഓക്കെ, അടുത്ത ചോദ്യം, ഉപ്പുകല്ലിനായി ഉരിയരിച്ചോറിനായി ഫാക്ടറി തൊഴിലാളിയായ തുപ്പൻ നമ്പൂതിരിയുടെ അനുഭവം വിഷയമാകുന്ന കവിത. അപ്പോ ഓപ്ഷൻ 1 ശാന്തിക്കാരൻ, ഓപ്ഷൻ 2 പണ്ടത്തെ മേൽശാന്തി, ഓപ്ഷൻ 3 കൊന്തയും പൂണൂലും, ഓപ്ഷൻ 4 നങ്ങിയമക്കുട്ടി. അപ്പൊ ഉപ്പുകല്ലിനായി ഉരിയരിച്ചോറിനായി ഫാക്ടറി തൊഴിലാളിയായിട്ടുള്ള തുപ്പൻ നമ്പൂതിരിയുടെ അനുഭവം വിഷയമാകുന്ന കവിത താഴെ പറയുന്നവയിൽ ഏതാണ്? പണ്ടത്തെ മേൽശാന്തി എന്നുള്ളതാണ് അല്ലെ. പണ്ടത്തെ മേൽശാന്തി, തുപ്പൻ നമ്പൂതിരി കഥാപാത്രമായിട്ട് വരുന്ന കവിത ഏതാണ്? അക്കിത്തത്തിന്റെ പണ്ടത്തെ മേൽശാന്തി എന്ന് പറയുന്ന കവിതയാണ്. ശാന്തിക്കാരൻ, കൊന്തയും പൂണൂലും, നങ്ങിയമ്മക്കുട്ടിയൊക്കെ ഓപ്ഷനിനകത്ത് കിടക്കുന്നുണ്ട്. അപ്പൊ നങ്ങിയമ്മക്കുട്ടി ആരുടെയാണെന്ന് നമുക്കറിയാം, ഒളപ്പമണ്ണയുടെ ആണെന്നറിയാം. കൊന്തയും പൂണൂലും വയലാറിന്റെ ആണെന്നറിയാം. കൊന്തകളാൽ പൂണൂലാൽ നിങ്ങൾ ചെന്നവരെ വരിഞ്ഞ് അന്ധകാരങ്ങളിൽ തള്ളിയിട്ടു എന്നുള്ള വരിയൊക്കെ വരുന്നത് കൊന്തയും പൂണൂലിനകത്താണ്. കൊന്തയും പൂണൂലും എന്നുള്ള സമാഹാരത്തിനകത്ത് ആദ്യത്തെ കവിത തന്നെയാണത്. അപ്പോ കൊന്തയും പൂണൂലും അല്ല എന്ന് നമുക്ക് മാറ്റി നിർത്താനായിട്ട് പറ്റണം. കവിതാ ശകലങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടായിരിക്കണം. അപ്പോ അക്കിത്തത്തിന്റെ ഈ പണ്ടത്തെ മേൽശാന്തി എന്നുള്ള കവിത അദ്ദേഹത്തിന്റെ കവി എന്നുള്ള രീതിയിലും മനുഷ്യൻ എന്നുള്ള രീതിയിലും ഒക്കെ തന്റെ ഒരു ജീവിതം ചിത്രീകരിക്കുന്ന കവിതയായിട്ടാണ് പറയപ്പെടുന്നത്. ക്ഷയിച്ച ഒരു ഇല്ലത്തിലെ അംഗമായിട്ടുള്ള തുപ്പൻ നമ്പൂതിരി പുറമെ ഒരു ഫാക്ടറിയിൽ ജോലിക്കായിട്ട് പോകുകയും ഭക്ഷണത്തിനും മറ്റും ഒരുപാട് കഷ്ടപ്പെടുകയും പുറമെ ഫാക്ടറി തൊഴിലാളിയായിട്ട് പോകേണ്ടി വരികയും ഒക്കെ ചെയ്യുന്ന അനുഭവങ്ങളൊക്കെ പറയുന്ന ഒരു കവിതയാണ് ഏത്? പണ്ടത്തെ മേൽശാന്തി എന്നുള്ളത്. അതിൽ തന്നെയാണ് ഈ എൻ്റെ അല്ലി കൊമ്പനാനകൾ എൻ്റെ അല്ലി മഹാക്ഷേത്രവും എന്നുള്ള ആ പ്രസിദ്ധമായിട്ടുള്ള വരി വരുന്നത് പണ്ടത്തെ മേൽശാന്തിയിലാണ്. അപ്പൊ അക്കിത്തത്തെ സംബന്ധിച്ചിടത്തോളം ബലിദർശനം, 20-ാം നൂറ്റാണ്ടിന്റെ ഇതിഹാസം, പണ്ടത്തെ മേൽശാന്തി, ഇതൊക്കെ എപ്പോഴും സ്ഥിരമായിട്ട് ചോദിച്ചു കാണാറുള്ള ചോദ്യങ്ങളാണ്. ഓക്കെ, അപ്പൊ നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കേണ്ടതില്ലാത്തത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ബാക്കിയുള്ള ചോദ്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യാണ്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് നോക്കാനുള്ള ചോദ്യം എന്ന് പറയുന്നത്, ഇറ്റലിക്കാരനായ പൗലിനോസ് പാതിരി 1791 പ്രസിദ്ധീകരിച്ച അഗഡിയ മെലബാറിക്ക എന്ന ഗ്രന്ഥം എന്തിന്റെ സമാഹാരമാണ്? ഇറ്റലിക്കാരനായിട്ടുള്ള പൗലിനോസ് പാതിരി അല്ലെ 1791 പ്രസിദ്ധീകരിച്ച അഗഡിയ മലബാറിക്ക എന്ന ഗ്രന്ഥം എന്തിന്റെ സമാഹാരമാണ്? ഓപ്ഷൻ 1 കടങ്കഥകളുടെ, ഓപ്ഷൻ 2 നാടൻ കളികളുടെ, ഓപ്ഷൻ 3 നാടോടി ഗാനങ്ങളുടെ, ഓപ്ഷൻ 4 പഴഞ്ചൊല്ലുകളുടെ. അപ്പൊ നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു ഗ്രന്ഥമാണ് ഏത്? അഗഡിയ മലബാറിക്ക എന്ന് പറയുന്നത്. അതെന്തിന്റെയാണ്? കൃത്യമായിട്ട് അറിയാം. ഓപ്ഷൻ 4 പഴഞ്ചൊല്ലുകളുടെ ഒരു സമാഹാരമാണ് അഗഡിയ മലബാറിക്ക എന്നുള്ളത് അല്ലെ. നമ്മൾ
ബേസിക് തൊട്ടേ കേരള ഹിസ്റ്ററി ഒക്കെ പഠിക്കുന്ന സമയം തൊട്ടേ പറഞ്ഞു വരുന്നതാണ് അഗടിയ മലബാറിക്ക പഴഞ്ചൊല്ലുകളുടെ സമാഹാരം പൗലിന്യോസ് പാതിരിയുടെയാണ് എന്നുള്ളതൊക്കെ നമുക്ക് അറിയാം. അപ്പൊ ഇനി അടുത്ത പരീക്ഷയ്ക്ക് വേണമെങ്കിൽ ഇതിന്റെ വർഷം ചോദിക്കാം, ചേരുംപടിക്ക് ചോദിക്കാം. ഇപ്പൊ പാതിരിമാര് അർണോസ് പാതിരി, അതുപോലെ തന്നെ ബെഞ്ചമിൻ ബെയ്ലി, ഗുണ്ടർട്ട്, ഇതുവരെയൊക്കെ നമുക്ക് സ്ഥിരം ചേരുംപടിക്കൊക്കെ ചോദിക്കാറുണ്ട്. ഒരു വർഷം ഈ അഗടിയ മലബാറിക്ക, കേരള പഴമ, പഴഞ്ചൊൽമാല ഇതിന്റെയൊക്കെ പ്രസിദ്ധീകരണ വർഷം അനുസരിച്ചിട്ട് അടുക്കി വെക്കാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അടുത്തൊരു പരീക്ഷയ്ക്ക് നമ്മൾ അത്തരത്തിലുള്ള ഇതിൽ നിന്നും എന്താണ് വ്യത്യാസമായിട്ടുള്ള ഒരു ചോദ്യം കൂടി ഈ ഒരു ഭാഗത്ത് നിന്ന് എക്സെപ്റ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇവിടെ ഉത്തരം എന്ന് പറയുന്നത് എന്താണ്? പഴഞ്ചൊല്ലുകളുടെ എന്നുള്ളതാണ്. എന്തിന്റെയാണ്? അഗടിയ മലബാറിക്ക 1791 പ്രസിദ്ധീകരിക്കുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം, കണ്ടപ്പൻ പുറപ്പാട്, കറി ശ്ലോകങ്ങൾ ഇവ ഉള്ളടക്കമാകുന്ന നാടൻ കലാരൂപം താഴെ പറയുന്നവയിൽ ഏതാണ് എന്നാണ്. ചിമ്മാനക്കളി, ഏഴാമത്തുകളി, വട്ടമിരുപ്പ് കളി, സംഘക്കളി. അപ്പൊ കണ്ടപ്പൻ പുറപ്പാട്, കറി ശ്ലോകങ്ങള് ഇതൊക്കെ ഇതായിട്ട് വരുന്ന ഇതേതാണ്? ഒന്ന് ആലോചിച്ചാൽ നമുക്ക് കിട്ടുന്നതേ ഉള്ളൂ. ഫോക്ലോർ നമുക്ക് തള്ളിക്കളയേണ്ടതല്ലാത്ത ഒരു ഭാഗമാണ് എന്നുള്ളത് ഇവിടെ വ്യക്തമായി. കണ്ടപ്പൻ പുറപ്പാട്, കറി ശ്ലോകങ്ങൾ. അപ്പൊ ഏതാണ് ആൻസർ? ആൻസർ വരുന്നത് ഓപ്ഷൻ 4 സംഘക്കളി ആണ്. ഇനി എന്താണ് ഈ സംഘക്കളി? നമ്പൂതിരിമാർക്കിടയിൽ പ്രചാരത്തിൽ ഉണ്ടായിരുന്ന ഒരു കളിയാണ് സംഘക്കളി എന്നുള്ളത് നമുക്കറിയാം. യാത്രകളി, പാനയംകളി, ശാസ്ത്രാംഗം, ചാത്തിരാംഗം ഈ പേരുകളിലൊക്കെ എന്തറിയപ്പെടുന്നുണ്ട്? സംഘക്കളി അറിയപ്പെടുന്നുണ്ട്. നമ്പൂതിരി ഗൃഹങ്ങളിലൊക്കെ സന്താന ലാഭം, അതുപോലെ തന്നെ പ്രേതശുദ്ധി, അതിനൊക്കെ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് ഇത് എന്ന് പറയപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഉപനയനം, സമാവർത്തനം അങ്ങനെയുള്ള ചടങ്ങുകളിലൊക്കെ ഇത് നടത്തിയിരുന്നു എന്ന് പറയുന്നുണ്ട്. പൂർവാംഗം കൊട്ടിച്ചകമ്പൂകലും, 4 പാദം പാന, കൈമളുടെ വരവും മറ്റും, കളി, ആയുധമെടുപ്പ്, അങ്ങനെ 5-6ഓളം ഘട്ടങ്ങള്, ചടങ്ങുകള് ഇതിനുണ്ട്. അതിനെക്കുറിച്ച് നോക്കുമ്പോൾ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാകും. ഈ കൊട്ടിച്ചകമ്പൂകലൊക്കെ ചോദിക്കാറുള്ളതാണ്. അതുപോലെ തന്നെ യാത്രകളി, പാനയംകളി എന്നുകൂടി പേരുള്ള പിന്നെ കലാരൂപം ഏതാണ് അങ്ങനെയും ചോദിച്ചു കണ്ടിട്ടുണ്ട്. അപ്പൊ ഇവിടെ കണ്ടപ്പൻ പുറപ്പാടും കറി ശ്ലോകങ്ങളും വരുന്നത് ഏതിലാണ്? സംഘക്കളിയിലാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, തള്ള, ഹനുമാൻ, ഭൂതങ്ങൾ തുടങ്ങിയ കഥാപാത്രങ്ങൾ പ്രത്യക്ഷപ്പെടുന്ന നാടൻ കലാരൂപം ഏതാണ്? ഓപ്ഷൻ 1 കുമ്മാട്ടി, ഓപ്ഷൻ 2 പൊറാട്ട്, ഓപ്ഷൻ 3 പൂരക്കളി, ഓപ്ഷൻ 4 കാക്കാരിശി നാടകം. അപ്പൊ ഏതാണ് നമ്മുടെ ആൻസർ? കുമ്മാട്ടിയാണോ, പൂരക്കളിയാണോ, പൊറാട്ടാണോ, കാക്കാരിശി നാടകമാണോ? തള്ള, ഹനുമാൻ, ഭൂതങ്ങൾ ഇത്രയും കഥാപാത്രങ്ങൾ വരുന്ന നാടൻ കലാരൂപമാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ 1 കുമ്മാട്ടി ആണ്. കുമ്മാട്ടി നമുക്കറിയാം പാലക്കാട്, തൃശ്ശൂര്, വയനാട് ഭാഗങ്ങളിലൊക്കെ നടത്തി വരാറുള്ള ഒരു കലാരൂപമാണ് കുമ്മാട്ടി. അതിന്റെ വേഷവും വിധാനങ്ങളൊക്കെ നിങ്ങൾക്ക് യൂട്യൂബും കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. പുല്ല കൊണ്ടൊക്കെ കെട്ടിയിട്ട് ഉള്ള രൂപങ്ങളും എല്ലാം വരുന്നതാണ് കുമ്മാട്ടിക്കകത്ത്. അപ്പോ തള്ള, ഹനുമാൻ, ഭൂതങ്ങൾ തുടങ്ങിയ കഥാപാത്രങ്ങൾ പ്രത്യക്ഷപ്പെടുന്ന കലാരൂപം ഏതാണ്? കുമ്മാട്ടിയാണ്. അപ്പൊ പൊറാട്ടിന്റെയും കാക്കാരിശി നാടകത്തിന്റെയും പൂരക്കളിയുടെ ഒക്കെ സവിശേഷതകൾ നമ്മൾ ഇതിന്റെ കൂടെ തന്നെ അടുത്ത പരീക്ഷയ്ക്ക് മുമ്പായിട്ട് നോക്കി വെക്കേണ്ടതുണ്ട്. അപ്പൊ ഇതിൽ നിന്ന് ഏതെന്ന് വേണമെങ്കിൽ, ഏത് കലാരൂപത്തെ പറ്റി വേണമെങ്കിൽ നമ്മളോട് ചോദ്യങ്ങൾ ചോദിക്കാം. മുടിയേറ്റ്, തെയ്യം, അങ്ങനെ അതൊക്കെ സ്ഥിരമായിട്ട് ചോദിക്കാറുള്ളതാണ്. മുടിയേറ്റിനെ പറ്റിയിട്ടുള്ള ചോദ്യങ്ങൾ. അപ്പൊ അതൊക്കെ നോക്കി വെക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, കാരൂർ കഥകളെ ഒരു മന്ദസ്മിത പ്രസ്ഥാനം എന്ന് വിശേഷിപ്പിച്ചത് ആര്? എസ് ഗുപ്തൻ നായർ, CJ തോമസ്, കേസരി ബാലകൃഷ്ണപിള്ള, സുകുമാർ അഴീക്കോട്. UGCയുടെ സ്ഥിരം റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ അല്ലെ? എന്താണ് നമുക്ക് പറഞ്ഞു പഴകിപ്പോയൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇതിന്റെ ആൻസർ എല്ലാവർക്കും അറിയാം. ഏതാണ്? ഓപ്ഷൻ 2 CJ തോമസ് ആണ് കാരൂർ കഥകളെ എന്ത് വിളിച്ചിട്ടുള്ളത്? ഒരു മന്ദസ്മിത പ്രസ്ഥാനം എന്ന് വിശേഷിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ അത് നമുക്ക് വേഗം തന്നെ പറഞ്ഞു പോകാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ആദ്യകാലം മുതൽക്ക് UGC റിപ്പീറ്റ് ചെയ്യാറുള്ള ഒരു ചോദ്യമാണ് ഇത് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, കാളിദാസ പ്രതിഭയെ അനാവരണം ചെയ്യുന്ന MP ശങ്കുണ്ണി നായരുടെ വിമർശന ഗ്രന്ഥം. ഓപ്ഷൻ 1 കാവ്യവിൽപ്പത്തി, ഓപ്ഷൻ 2 ചത്രവും ചാമരവും, ഓപ്ഷൻ 3 കവി ഹൃദയത്തിലേക്ക്, ഓപ്ഷൻ 4 പരിപ്രേക്ഷ്യം. അപ്പൊ ഇതിൽ ഏതായിരിക്കും കാളിദാസ പ്രതിഭയെ അനാവരണം ചെയ്യുന്ന MP ശങ്കുണ്ണി നായരുടെ വിമർശന ഗ്രന്ഥവും? ഇതും ഒരു പുതിയ ക്വസ്റ്റ്യൻ ഒന്നുമല്ല. നമുക്ക് സ്ഥിരമായിട്ട് നമുക്ക് ചോദിച്ചു കണ്ടിട്ടുള്ള MP ശങ്കുണ്ണി നായരൊക്കെ സ്ഥിരമായിട്ട് നമുക്ക് ചോദിക്കാറുള്ള ഒരു ചോദ്യം തന്നെയാണ് ഇത് എന്ന് പറയുന്നത്. അപ്പോ ഏതാണ് അതിന്റെ ഉത്തരം എന്ന് പറയുന്നത്? ഓപ്ഷൻ 2 ചത്രവും ചാമരവും അല്ലെ? നമ്മൾ പറഞ്ഞ് പഠിച്ച് പഴകിയ ഒരു സാധനമാണ്. എന്താണ്? കാളിദാസ കൃതികളുടെ പഠനം ഉൾക്കൊള്ളിച്ചിട്ടുള്ള
കൃതിയാണ് ഏത്? ഛത്രവും ചാമരവും. നിരൂപണത്തിനുള്ള 1990 കേരള സാഹിത്യ അക്കാദമി അവാർഡ് കരസ്ഥമാക്കിയിട്ടുള്ള കൃതിയാണ് ഏത്? MP ശങ്കുണ്ണി നായരുടെ ഛത്രവും ചാമരവും എന്നുള്ള കൃതി. അടുത്ത ക്വസ്റ്റ്യൻ, സാഹിത്യം സ്വോദ്ദേശമാണെന്ന് സ്ഥാപിച്ചുകൊണ്ട് ശുദ്ധകലാവാദം എന്ന പേരിൽ മംഗളോദയത്തിൽ എഴുതിയ വിമർശന ലേഖനത്തിന്റെ കർത്താവ്? കുട്ടിക്കൃഷ്ണമാരാർ. ഓപ്ഷൻ 2 കേസരി ബാലകൃഷ്ണപിള്ള. ഓപ്ഷൻ 3 MP പോൾ. ഓപ്ഷൻ 4 മുണ്ടശ്ശേരി. ഏതാണ് ആൻസർ? സാഹിത്യം സ്വോദ്ദേശമാണെന്ന് സ്ഥാപിച്ചുകൊണ്ട് ശുദ്ധകലാവാദം എന്ന പേരിൽ മംഗളോദയത്തിൽ എഴുതിയ വിമർശന ലേഖനത്തിന്റെ കർത്താവാണ്. ഇവിടെ ശുദ്ധകലാവാദം എന്നുള്ള പേരിൽ മംഗളോദയത്തിൽ എഴുതിയിട്ടുള്ളത് ആരാണ്? ഓപ്ഷൻ 3 MP പോൾ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ശുദ്ധകലാവാദം എന്നുള്ള പേരിൽ മംഗളോദയത്തിൽ ഒരു വിമർശന ലേഖനം എഴുതിയിട്ടുള്ളത് MP പോൾ ആണ്. അപ്പോ വിമർശന ത്രയങ്ങള്, അതുപോലെ തന്നെ ആധുനിക വിമർശകര്, ഇവരൊക്കെ UGCയുടെ സ്ഥിരം ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഇതാണ്. അപ്പൊ ആ വിമർശനം എന്ന് പറയുന്നത് നമ്മൾ പഠിക്കാൻ ഇഷ്ടമല്ലെങ്കിലും വളരെ കാര്യമായിട്ട് നോക്കി പോകേണ്ട ഒരു മേഖലയാണ് എന്ന് ഓർമ്മിപ്പിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, സമത്വത്തെയും സ്വാതന്ത്ര്യത്തെയും കുറിച്ച് ആശാൻ ആവേശത്തോടെ പാടിയിട്ടുണ്ടെന്നിരുന്നാലും സാമ്പത്തിക സമത്വം ആശാന്റെ സമത്വ ദർശനത്തിന് പുറത്തായിരുന്നു. ആരുടെ അഭിപ്രായമാണ് ഇത്? 1 MN വിജയൻ, 2 ജോസഫ് മുണ്ടശ്ശേരി, 3 KN എഴുത്തച്ഛൻ, 4 തായാട്ടു ശങ്കരൻ. അപ്പൊ സമത്വത്തെയും സ്വാതന്ത്ര്യത്തെയും കുറിച്ച് ആശാൻ ആവേശത്തോടെ പാടിയിട്ടുണ്ടെന്നിരുന്നാലും സാമ്പത്തിക സമത്വം ആശാന്റെ സമത്വ ദർശനത്തിന് പുറത്തായിരുന്നു എന്നാണ് മുന്നോട്ട് വയ്ക്കുന്ന ആശയം. അപ്പൊ ഇത് ആരുടെ, ഏത് പഠന ഗ്രന്ഥത്തിലാണ്, അല്ലെ ആരാണ് ഇത്തരത്തിലുള്ള ഒരു അഭിപ്രായം പറഞ്ഞിട്ടുള്ളത് എന്നാണ്. അപ്പോ നമുക്ക് ഓപ്ഷൻസ് ഒന്നും കൂടി കണ്ണോടിച്ച് നോക്കാം. അപ്പൊ ഇവിടെ ആൻസർ ആയിട്ട് വന്നിട്ടുള്ളത് ഓപ്ഷൻ 4 തായാട്ടു ശങ്കരൻ ആണ്. നമ്മുടെ ആൻസർ ഓപ്ഷൻ 4 തായാട്ടു ശങ്കരൻ ആണ് അത്തരത്തിലുള്ളൊരു അഭിപ്രായം മുന്നോട്ട് വെച്ചിട്ടുള്ളത്. തായാട്ടു ശങ്കരന്റെ പ്രസിദ്ധമായിട്ടുള്ള ആശാനെ പറ്റിയിട്ടുള്ള കൃതി ഏതാണ്? ആശാൻ നവോത്ഥാനത്തിന്റെ ശില്പി എന്നുള്ളതാണ്, അല്ലെ? സീതയും നിരൂപകന്മാരും എന്ന് പറഞ്ഞിട്ടുള്ള വേറൊരു കൃതി കൂടി അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട്. ആശാൻ പഠനങ്ങൾ എന്ന് പറയുന്നത് നമുക്കൊരു വലിയൊരു നീണ്ട നിര തന്നെയുണ്ട്. ഒരുപാട് ആശാന്റെ കൃതികൾ പഠിക്കപ്പെട്ടിട്ടുണ്ട്. ആശാന്റെ സീതാകാവ്യം, ആശാൻ കവിതയിലെ ഫ്ലവർ ഷോ, അങ്ങനെ ഒരു നീണ്ട നിര നമുക്ക് പഠനങ്ങൾ മാത്രമായിട്ട് ആശാന് പഠിക്കാനുണ്ട്. അപ്പൊ അതെല്ലാം കൃത്യമായിട്ട് നോക്കി പോകേണ്ടതാണ് എന്ന് മനസ്സിലാക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, വള്ളത്തോളിനെ ഉയർത്തിക്കാട്ടാനും ആശാന്റെ നളിനി, ലീല, ചിന്താവിഷ്ടയായ സീത എന്നീ കൃതികളിലെ ദുഷ്പ്രതീതികൾ കണ്ടെത്താനും വ്യഗ്രത കാട്ടിയ നിരൂപകനായിരുന്നു കുട്ടിക്കൃഷ്ണമാരാര് എന്ന് അഭിപ്രായപ്പെട്ടത്. ഓപ്ഷൻ 1 സുകുമാർ അഴീക്കോട്, ഓപ്ഷൻ 2 തോമസ് മാത്യു, ഓപ്ഷൻ 3 MK സാനു, ഓപ്ഷൻ 4 TK ഗോപാലകൃഷ്ണൻ. അപ്പോ ഇവിടെ പറഞ്ഞിട്ടുള്ളത് കുട്ടിക്കൃഷ്ണമാരാരെ പറ്റിയിട്ടുള്ള ഒരു അഭിപ്രായമാണ്. എന്താണ്? വള്ളത്തോളിനെ ഉയർത്തിക്കാട്ടാനും അതുപോലെ തന്നെ നളിനി, ലീല, ചിന്താവിഷ്ടയായ സീത എന്നീ കൃതികളിലെ ദുഷ്പ്രതീതികളൊക്കെ കണ്ടെത്താനുമായിട്ട് എന്താണ് വ്യഗ്രത കാട്ടിയ ഒരു നിരൂപകനാണ് മാരാര് എന്ന് അഭിപ്രായപ്പെട്ടിട്ടുള്ളത് ആരാണ് എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ള ചോദ്യം. അപ്പൊ ഇവിടെ ആരാണ് അത്തരത്തിലുള്ളൊരു പ്രസ്താവന മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരിക്കുക? ആലോചിച്ച് നോക്കിയാൽ നമുക്ക് കണ്ടുപിടിക്കാവുന്നത് തന്നെയുള്ളൂ. ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ 1 സുകുമാർ അഴീക്കോടാണ്. ഓപ്ഷൻ 1 സുകുമാർ അഴീക്കോട്. അപ്പൊ അഴീക്കോടിന്റെ പ്രസ്താവനകൾ, പ്രത്യേകിച്ച് ഈ വിമർശന ത്രയങ്ങളെ കുറിച്ചിട്ടുള്ളതൊക്കെ സ്ഥിരമായിട്ട് പരീക്ഷകൾക്ക് ചോദിച്ചു കാണാറുള്ള ഒന്നാണ്. മലയാള സാഹിത്യ വിമർശനം തുടങ്ങിയിട്ടുള്ള കൃതികളൊക്കെ നമ്മൾ കാര്യമായിട്ടൊന്ന് നോക്കി പോവേണ്ടതാണ്. അപ്പോൾ കഴിഞ്ഞ പാർട്ട് ടൈം HSന്റെ ഒരു ചോദ്യ പേപ്പറിനകത്തും ഈ പറഞ്ഞതുപോലെ MP പോളിനെ പറ്റിയിട്ടും മാരാരെ പറ്റിയിട്ടും ഉള്ള അഴീക്കോടിന്റെ ഒരു പ്രസ്താവന കോട്ട് ചെയ്ത് കൊടുത്തിട്ട് ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് ആരാണ് എന്നുള്ളൊരു ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അഴീക്കോടിന്റെ പ്രസ്താവനകൾ നിരൂപകരെ പറ്റിയിട്ടുള്ളത്, ബാക്കി എഴുത്തുകാരെ പറ്റിയിട്ടുള്ളതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ തോമസ് മാത്യു, MK സാനു, PK ഗോപാലകൃഷ്ണൻ ഇവരൊന്നും നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തവർ തന്നെയാണ്. തോമസ് മാത്യുവിനും MK സാനുവിനൊക്കെ നമ്മൾ ചോദിച്ചു കണ്ടിട്ടുണ്ട് അല്ലെ, പ്രീവിയസ് ക്വസ്റ്റ്യൻസിലൊക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, മാർക്സിസത്തിന്റെ രസഗംഗാധരം എന്ന ലേഖനം ആരെ കുറിച്ച് എഴുതിയതാണ്? കേസരി ബാലകൃഷ്ണപിള്ള എംഗൽസിനെ കുറിച്ച്, 2 ജോസഫ് മുണ്ടശ്ശേരി ജോർജ് ലൂക്കാസിനെ കുറിച്ച്, 3 KN എഴുത്തച്ഛൻ ക്രിസ്റ്റഫർ കാൽഡ്വെലിനെ കുറിച്ച്, 4 P ഗോവിന്ദപിള്ള ഗ്രാംഷിയെ കുറിച്ച്. അപ്പൊ മാർക്സിസത്തിന്റെ രസഗംഗാധരം എന്നുള്ള പുസ്തകം ലേഖനം ആരുടെയാണ്, ആരെ കുറിച്ച് എഴുതിയതാണ്? നമ്മുടെ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ 4
പി ഗോവിന്ദപിള്ള ഗ്രാംഷിയെ കുറിച്ച് എന്നുള്ളതാണ് അല്ലെ. ഗ്രാംഷിയുടെ പ്രിസൺ നോട്ട്സും കാര്യങ്ങളൊക്കെ എപ്പോഴും ചോദിക്കാറുണ്ട്. ഗ്രാംഷിന് ചേരുംപടിയിലും മറ്റും ഓപ്ഷനിലും നമുക്ക് തരാറുണ്ട്. അപ്പോൾ പാശ്ചാത്യത്തിനകത്ത് നിരൂപണത്തിനകത്ത് ഒക്കെ അതുമായിട്ടൊക്കെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഗ്രന്ഥങ്ങളും കൃതികളും ലേഖനങ്ങളും പ്രസ്താവനകളും ഒക്കെ മനസ്സിലാക്കി വെക്കേണ്ടത് തന്നെയാണ്. അപ്പൊ നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. പരമാണുവിൽ മേളിപ്പൂ പർവ്വതങ്ങൾ അശേഷവും തണ്ണീർ കണത്തിൽ ഉൾക്കൊള്ളൂ സാഗരങ്ങൾ സമസ്തവും ആരുടെ ഏത് കവിതയിൽ നിന്നാണ് ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവന എന്നാണ് ചോദ്യം. അപ്പൊ ആരുടെ ഏത് കവിതയിൽ നിന്നുള്ളതാണ്? പരമാണുവിൽ മേളിപ്പൂ പർവ്വതങ്ങൾ അശേഷവും തണ്ണീർ കണത്തിൽ ഉൾക്കൊള്ളുവൂ സാഗരങ്ങൾ സമസ്തവും. വിശ്വരൂപം VC ബാലകൃഷ്ണ പണിക്കർ, ഭൂതക്കണ്ണാടി ഉള്ളൂർ S പരമേശ്വരയ്യർ, ഭൂമിഗീതങ്ങൾ വിഷ്ണുനാരായണൻ നമ്പൂതിരി, 20-ാം നൂറ്റാണ്ടിന്റെ ഇതിഹാസം അക്കിത്തം. ഓക്കെ, നമുക്കിവിടെ ആൻസർ ആയിട്ട് അടയാളപ്പെടുത്താൻ കഴിയുന്നത് ഏതാണ്? ഓപ്ഷൻ 1 വിശ്വരൂപം VC ബാലകൃഷ്ണ പണിക്കർ എന്നുള്ളതാണ് നമുക്ക് മാർക്ക് ചെയ്യേണ്ട ഉത്തരം. വിശ്വരൂപത്തിലെയും അതുപോലെ തന്നെ നാലപ്പാട്ടിന്റെ കണ്ണുനീർ തുള്ളിയിൽ നിന്നുള്ള വരികളും ഒക്കെ സ്ഥിരമായിട്ട് നമ്മളോട് ചോദിക്കാറുണ്ട്. നേരത്തെ പറഞ്ഞ അക്കിത്തത്തിനെ സൂചിപ്പിച്ചപ്പോൾ പറഞ്ഞിരുന്നു 20-ാം നൂറ്റാണ്ടിന്റെ ഇതിഹാസവും അതുപോലെ തന്നെ ബലിദർശനവും വെണ്ണക്കല്ലിന്റെ കഥ അങ്ങനെയുള്ളതൊക്കെ സ്ഥിരമായിട്ട് നമ്മളോട് ചോദിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ വിശ്വരൂപം എന്നുള്ളതിലെ VC ബാലകൃഷ്ണൻ പണിക്കർ എഴുതിയിട്ടുള്ള വിശ്വരൂപം എന്നുള്ള കൃതിയിലെ വരികളാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ വിശ്വരൂപത്തിനകത്ത് തന്നെ ലോകൈക ശില്പി രജനീ വനിതയ്ക്ക് ചാർത്താൻ നക്ഷത്രമാല പണി ചെയ്യുവതിനു വേണ്ടി സൗവർണ പിണ്ഡം ഒരുക്കിയെടുത്തു നീരിൽ മുക്കുന്നിതാ തപനമണ്ഡല കൈതവത്താൽ എന്നുള്ളൊരു വരി കൂടി കവിതാ സാഹിത്യ ചരിത്രത്തിനകത്ത് കോട്ട് ചെയ്ത് ലീലാവതി ടീച്ചർ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള വരികളൊക്കെ വിലാപകാവ്യങ്ങളിലെയും ഖണ്ഡകാവ്യങ്ങളിലെയും വരികളൊക്കെ കൂടി നമ്മൾ നോക്കി വെക്കേണ്ടതാണ്. അടുത്ത ക്വസ്റ്റ്യൻ. പൊൻകോലം കേറ്റുവാൻ കുമ്പിട്ടിയിലല്ലോ നിന്റെ മസ്തകം, ഇരുമ്പു കൂച്ചാൽ ബന്ധിക്കപ്പെട്ടിയിലല്ലോ പദങ്ങളും ആരുടെ ഏത് കവിതയിൽ നിന്ന് എന്നുള്ളതാണ് ചോദ്യം. ഇവനെ കൂടി സച്ചിദാനന്ദൻ, കായിക്കരയിലെ കടൽ D വിനയചന്ദ്രൻ, മേഘരൂപൻ ആറ്റൂർ രവിവർമ്മ, ഓപ്ഷൻ 4 സ്മൃതി ലഹരി ONV കുറുപ്പ്. ഇതെല്ലാം കവികളെ സ്മരിച്ചുകൊണ്ടുള്ള കവിതകളുടെ ഒരു നീണ്ട ലിസ്റ്റ് നമുക്ക് തന്നിട്ടുണ്ട്. ഇവനെ കൂടി വൈലോപ്പിള്ളിയെ സംബന്ധിച്ച് വൈലോപ്പിള്ളിയുടെ മരണത്തെ സംബന്ധിച്ച് സച്ചിദാനന്ദൻ എഴുതിയ കവിതയാണ്. മേഘരൂപൻ ആറ്റൂർ രവിവർമ്മ. ഈ മേഘരൂപൻ എന്നുള്ളതിനകത്ത് ഏത് കവിയാണ് ഓർക്കുന്നത്? P കുഞ്ഞിരാമൻ നായരെ ഓർത്തുകൊണ്ട് ആറ്റൂർ എഴുതിയിട്ടുള്ള കവിതയാണ്. അപ്പൊ അത് തന്നെയാണ് ഇവിടുത്തെ ആൻസറും എന്ന് പറയുന്നത്. ഓപ്ഷൻ 3 മേഘരൂപൻ ആറ്റൂർ രവിവർമ്മ. അല്ലെ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഡിഗ്രി സിലബസിലൊക്കെ പഠിക്കാനുണ്ടായിരുന്ന ഒരു കവിതയാണ് മേഘരൂപൻ എന്നുള്ളത്. ഇവൻ മേഘരൂപൻ എന്നുള്ള പേരിൽ ഒരു സിനിമയൊക്കെ P കുഞ്ഞിരാമൻ നായരെ പറ്റി പുറത്തിറങ്ങിയിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് ഈ മേഘരൂപൻ എന്നുള്ള ആറ്റൂരിന്റെ കവിതയ്ക്കകത്താണ് പൊൻകോലം കേറ്റുവാൻ കുമ്പിട്ടിയിലല്ലോ നിന്റെ മസ്തകം, ഇരുമ്പു കൂച്ചാൽ ബന്ധിക്കപ്പെട്ടിയിലല്ലോ പദങ്ങളും എന്നുള്ള ആ ഒരു വരി വരുന്നത്. P കുഞ്ഞിരാമൻ നായരുടെ കവിതകളും നമുക്ക് സ്ഥിരമായിട്ട് വരികൾ കോട്ട് ചെയ്ത് കൊടുക്കാറുണ്ട്. നരബലി, പീഡികത്തിണ്ണാക്കി പെങ്ങളെ മയങ്ങുമ്പോൾ പിന്നെ എന്താണ് സുഖലോലുപനാകും ഞാൻ നശിക്കണം എന്നൊക്കെയുള്ള അർത്ഥം വരുന്ന കവിതകളൊക്കെ നരബലിയിലുള്ള വരികളൊക്കെ നമ്മളോട് സ്ഥിരം ചോദിക്കാറുള്ളതാണ്. അടുത്ത ക്വസ്റ്റ്യൻ. എല്ലാ മുറികളും TV കാണുമ്പോൾ അടുക്കള മാത്രം TV കേൾക്കുന്നു. ഇത് ആരുടെ വരികളാണ് എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ആരുടെ വരികളാണ്? VM ഗിരിജ, അനിത തമ്പി, അമ്മു ദീപ, വിജില ചിറപ്പാട്. അല്ലെ, സമകാലീന മലയാള കവിത എന്നുള്ള ഒരു സെക്ഷനിൽ നിന്ന് നമ്മളോട് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. എല്ലാ മുറികളും TV കാണുമ്പോൾ അടുക്കള മാത്രം TV കേൾക്കുന്നു. VM ഗിരിജയാണോ, അനിത തമ്പിയാണോ, വിജില ചിറപ്പാടാണോ, അമ്മു ദീപയാണോ? ഇവരൊക്കെ തന്നെ ചേരുംപടിക്കായാലും കൃതികളും വരികൾ കോട്ട് ചെയ്തിട്ടായാലും ഒക്കെ നമ്മളോട് ചോദിക്കാറുണ്ട്. കഴിഞ്ഞ പ്രാവശ്യവും അനിത തമ്പിയുടെ മുറ്റമടിക്കുമ്പോഴൊക്കെ ചോദിച്ചിരുന്നു. മുറ്റമടിക്കാതിരിക്കുമ്പോൾ ധന്യ MDയുടെ അതും കൂടെ അങ്ങനെയാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. VM ഗിരിജയുടെ പെണ്ണുങ്ങൾ കാണാത്ത പാതിരാ നേരങ്ങളും അതൊക്കെ എപ്പോഴും ചോദിക്കാറുണ്ട്. വിജിലയും എപ്പോഴും നമുക്ക് ചോദിക്കാറുള്ളതാണ്. നല്ല മനോഹരമായിട്ടുള്ള അർത്ഥവത്തായിട്ടുള്ള ഒരുപാട് വരികൾ എത്തിയിട്ടുള്ള ആളാണ് വിജില. വിജിലയുടെ വരിയാണ് നമുക്ക് ഇവിടെ കോട്ട് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഓപ്ഷൻ 4 വിജില ചിറപ്പാടാണ് ഉത്തരം. എല്ലാ മുറികളും TV കാണുമ്പോൾ അടുക്കള മാത്രം TV കേൾക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ. അനന്തപത്മനാഭൻ, ബീറാം ഖാൻ, സുഭദ്ര എന്നീ കഥാപാത്രങ്ങൾ ഉള്ള ആദ്യകാല നോവൽ ഏതാണ്? ആദ്യകാല നോവലുകൾ നമുക്ക് UGC നെറ്റിനകത്ത് ഒഴിച്ചുകൂടാൻ കഴിയാത്തൊരു ഭാഗമാണ് അല്ലെ. ഇവിടെ ഓപ്ഷൻ 1 ധർമ്മരാജ,
2 മാർത്താണ്ഡവർമ്മ, 3 രാമരാജ ബഹദൂർ, 4 കേരള സിംഹം. നമുക്ക് അറിയാം അനന്തപത്മനാഭനും പീറാം ഖാനും സുഭദ്രയൊക്കെ വരുന്നത് ഏതിലാണ്? ഓപ്ഷൻ 2 മാർത്താണ്ഡവർമ്മയിലാണ് അല്ലെ. സി വിയെ സംബന്ധിച്ചിടത്തോളം സി വിയുടെ പ്രഹസനങ്ങൾ, സി വിയുടെ നോവലുകളുടെ വർഷം, അതിലെ കഥാപാത്രങ്ങളുടെ പ്രസ്താവനകൾ, ഇതൊക്കെയും എന്താണ് എപ്പോഴും UGC നെറ്റ് എക്സാമിന് ചോദിക്കാറുള്ളതാണ്. അപ്പൊ ഇവിടെ മാർത്താണ്ഡവർമ്മ 1891 പുറത്തിറങ്ങിയിട്ടുള്ള നോവലാണ് സി വിയുടെ. മലയാളത്തിലെ ആദ്യത്തെ ചരിത്രാഖ്യായിക അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കൽ റൊമാൻസ് എന്നൊക്കെ നമുക്ക് വിളിക്കാൻ കഴിയുന്ന കൃതിയാണ് മാർത്താണ്ഡവർമ്മ. വാൾട്ടർ സ്കോട്ടിന്റെ ഐവാനയുടെ മാതൃകയിൽ എഴുതിയിട്ടുള്ള കൃതിയാണ്. ഇതൊക്കെ മുൻവർഷ ചോദ്യ പേപ്പറുകളിൽ നിങ്ങൾക്ക് കാണാവുന്ന ചോദ്യങ്ങളാണ്. മാർത്താണ്ഡവർമ്മയ്ക്കകത്ത് ആരൊക്കെയാണ് കഥാപാത്രങ്ങളായിട്ട് വരുന്നത്? അനന്തപത്മനാഭൻ, ബീറാം ഖാൻ, സുഭദ്ര, ഭ്രാന്തൻ ചാന്നാൻ, ശാന്തഹരി പഞ്ചാനൻ, സുന്ദരയ്യർ, 8 വീട്ടിൽ പിള്ളമാര്, ഇവരൊക്കെ കഥാപാത്രങ്ങളായിട്ട് വരുന്ന ഒരു നോവലാണ് മാർത്താണ്ഡവർമ്മ എന്നുള്ളത് അല്ലെ. മലയാളത്തിലെ രണ്ടാമത്തെ സിനിമ എന്ന് പറയുന്നത് നമ്മുടെ മാർത്താണ്ഡവർമ്മയാണ്. ഇതിലെ സുഭദ്രയൊക്കെ, ഇതിലെ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് വളരെ നമുക്ക് എന്താണ് അയ്യപ്പ പണിക്കരൊക്കെ പറയുന്നുണ്ട്, പുരാണ കഥാപാത്രങ്ങളുടെ ഒപ്പം നിൽക്കാൻ പറ്റുന്ന ഒരു ബിംബ കഥാപാത്രമായിട്ടടക്കം സുഭദ്രയെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ അവരുടെ സംഭാഷണങ്ങൾ, മുൻവർഷത്തെ ഒരു ചോദ്യപേപ്പറിൽ എടാ ഇരുള വിഴുങ്ങ് എന്ന് തുടങ്ങുന്ന ഒരു സംഭാഷണം കോട്ട് ചെയ്തിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് ഏത് കഥാപാത്രമാണ് ഇത്തരത്തിലുള്ള ഒരു സംഭാഷണം പറയുന്നത് എന്നുള്ളത് ചന്ദ്രക്കാരൻ ധർമ്മരാജയിൽ പറയുന്ന ഒരു സംഭാഷണമായിരുന്നു അത്. ധർമ്മരാജ പുറത്തിറങ്ങുന്ന വർഷം 1913 ഏറ്റവും അവസാനത്തെ പുറത്തിറങ്ങുന്നത് ഏതാണ്? രാമരാജ ബഹദൂർ ആണ്, 1918. മുൻപൊരിക്കൽ ഈ മാർത്താണ്ഡവർമ്മ, ധർമ്മരാജ, രാമരാജ ബഹദൂർ ഇതിനെ കാലക്രമത്തിലാക്കാനുമായിട്ടും വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരാൾക്ക് മൂക്കിന് താഴെ പുരികം കുരുത്തപ്പോ കണ്ണ് വാക്യകത്തായിപ്പോയി എന്ന് സാവിത്രി രാമരാജ ബഹദൂറിൽ പറയുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ മുൻവർഷ ചോദ്യപേപ്പറുകളിൽ ചോദിച്ചിട്ടുള്ളതാണ്. ചന്ദ്രക്കാരനും മാമാ വെങ്കിടനും ഉഗ്രഹരി പഞ്ചാനും ഒക്കെ കഥാപാത്രങ്ങളായിട്ട് വരുന്ന നോവലാണ് ധർമ്മരാജ. അതുപോലെ തന്നെ പറപ്പാണ്ടയും പെരിഞ്ചക്കോടനും അഴകൻ പിള്ളയൊക്കെ വരുന്നത് രാമരാജ ബഹദൂറിലാണ്. ടിപ്പുവിന്റെ ആക്രമണം പശ്ചാത്തലമായിട്ട് വരുന്ന സി വിയുടെ നോവലാണ് ഏത്? രാമരാജ ബഹദൂർ എന്ന് പറയുന്നത്. ഇപ്പൊ ഇവിടെ പറഞ്ഞു വന്നിട്ടുള്ളത് ക്യാരക്ടേഴ്സ്, അവരുടെ സംഭാഷണം, ക്യാരക്ടേഴ്സിന്റെ സംഭാഷണത്തെ സംബന്ധിച്ച് എൻ കൃഷ്ണപിള്ള ഒരു പുസ്തകം തന്നെ, ഒരു പഠനം തന്നെ എഴുതിയിട്ടുണ്ട് അല്ലെ, പ്രതിപാത്രം ഭാഷണഭേദം എന്നുള്ള പേരിൽ. സി വിയെ സംബന്ധിച്ച് സി വിയെ പറ്റിയിട്ടുള്ള സി വി കൃതികളിലുള്ള പഠനങ്ങൾ, കഥാപാത്രങ്ങൾ, പ്രസ്താവനകള്, വർഷം, ഇതെല്ലാം ഇമ്പോർട്ടന്റ് ആണ്. അടുത്ത ചോദ്യം, ഇന്റെ കരളിലെ വേദന ബഷീറിന്റെ ഏത് കഥാപാത്രമാണ് ഇങ്ങനെ പറയുന്നത്? സുഹറ ബാല്യകാല സഖി, സൈനബ മുച്ചീട്ട് കളിക്കാരന്റെ മകൾ, കുഞ്ഞുപാത്തുമ്മ എന്റെ ഉപ്പൂപ്പാക്ക് ഒരു ആന ഉണ്ടാർന്ന്, ദേവി അനുരാഗത്തിന്റെ ദിനങ്ങൾ. ആരാണ് ഇത്തരത്തിലുള്ള ഒരു കാര്യം പറയുന്നത് എന്നുള്ളതാണ് ചോദ്യം. ഇവിടെ ഉത്തരം എന്ന് പറയുന്നത് എന്റെ ഉപ്പൂപ്പാക്കൊരു ആനയുണ്ടാർന്ന് എന്നുള്ളതാണ്. ഓപ്ഷൻ 3 കുഞ്ഞുപാത്തുമ്മ എന്റെ ഉപ്പൂപ്പാക്കൊരു ആനയുണ്ടാർന്ന്. അപ്പോ ഇതുപോലെ എന്റെ ഉപ്പൂപ്പാക്കൊരു ആനയുണ്ടാർന്ന് എന്നുള്ള കൃതിയിലെ അധ്യായങ്ങളുടെ പേരുകൾ ഇതൊക്കെ പരീക്ഷകൾക്ക് ചോദിക്കാറുണ്ട്. പ്രത്യേകിച്ച് ബഷീറിന്റെ നോവലുകൾക്കകത്തുള്ള ക്യാരക്ടേഴ്സും അധ്യായങ്ങളുടെ പേരുകൾ ഇതൊക്കെ ചോദിക്കാറുണ്ട്. ഇതാണ് പാക്യമറുക് എന്ന് പറഞ്ഞിട്ടുള്ള അധ്യായം വരുന്ന കൃതി ഏതാണെന്ന് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് എന്റെ ഉപ്പൂപ്പാക്കൊരു ആനയുണ്ടായിരുന്നു എന്നുള്ള കൃതി തന്നെയാണ്. പിന്നെ ബഷീറിന്റെ കൃതികളെ കാലക്രമത്തിലാക്കാൻ എപ്പോഴും നമ്മളോട് ചോദിക്കാറുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ളതൊക്കെ ബഷീറുമായി ബന്ധപ്പെട്ട് നോക്കി വെക്കേണ്ടതാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. ഉത്രത്തിൽ കാൽ പിറന്ന് 32 വയസ്സും ചെന്ന് അരുമയ്ക്കരുമയായി വളർന്ന തിരുമേനി കാവലും ചെയ്ത് പൊറുക്കും കുറുപ്പുവൻ നടക്കും തമ്പുരാനെ തടഞ്ഞു പിന്നിലാക്കി ചാക്കേവ എന്ന് വിളിയും കൊണ്ട് ഈ സവിശേഷ ഭാഷാ പ്രയോഗം നടത്തുന്നത് സി വിയുടെ ഏത് കഥാപാത്രം? അല്ലെ, സി വിയുടെ കഥാപാത്രങ്ങളുടെ ഭാഷ, സംഭാഷണങ്ങൾ അതൊക്കെ അത്രയും ശക്തിയേറിയതാണ്. നമ്മൾ ലങ്കാലക്ഷ്മിയിലൊക്കെ രാവണന്റെ ഡയലോഗ്സ് ഒക്കെ സി.എൻ. ശ്രീകണ്ഠൻ നായർ അത്രയും ശക്തമായി എഴുതിയ പോലെ സി വി അത്രയും ശക്തമായിട്ട് തന്നെ കഥാപാത്രങ്ങളെ കൊണ്ട് പറയിക്കുന്നുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആരുടെയാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ 1 മാമാ വെങ്കിടൻ, ഓപ്ഷൻ 2 പവതി കൊച്ചി, ഓപ്ഷൻ 3 പടത്തലവൻ, ഓപ്ഷൻ 4 ഹരി പഞ്ചാനൻ. അപ്പൊ ഇവിടെ നമ്മുടെ ആൻസർ ഏതാണ്? ഓപ്ഷൻ 1 മാമാ വെങ്കിടൻ. ഓപ്ഷൻ 1 മാമാ വെങ്കിടൻ. മാമാ വെങ്കിടൻ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഏത് കൃതിയിലെ കഥാപാത്രമാണ്? ധർമ്മരാജയ്ക്കകത്ത് വരുന്ന കഥാപാത്രമാണ് മാമാ വെങ്കിടൻ. അപ്പോ
CVയുടെ നോവലിലെ കഥാപാത്രങ്ങളെ പ്രത്യേകം പഠിച്ചു പോകേണ്ടതാണ്. അടുത്തൊരു ചോദ്യം സിനിമയിൽ നിന്നുള്ളതാണ്. തന്റെ ഇരുചക്ര വാഹനത്തിൽ വേഗത്തിൽ വരുന്ന മായ നിരന്തരം ഹോൺ അടിച്ചുകൊണ്ട് കൂട്ടുകാരി ആരതിയുടെ വരവിനായി കാത്തു നിൽക്കുന്ന ദൃശ്യത്തിൽ തുടങ്ങുന്ന പ്രസിദ്ധമായിട്ടുള്ള തിരക്കഥ അല്ലെങ്കിൽ സിനിമ ഏതാണ് എന്നാണ് ചോദ്യം. ഇങ്ങനെ നമ്മളോട് ചോദിച്ചു കാണാറില്ല. സാധാരണയായിട്ട് തിരക്കഥകൾ ചേരുംപടി ചേർക്കാനും ചലച്ചിത്ര ഗാനങ്ങൾ ചേരുംപടി ചേർക്കാനും അത് ഇപ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മളോട് തിരക്കഥകളും ഒക്കെയാണ് ചോദിക്കാറുള്ളത്. ഇത്തരത്തിലൊരു പാറ്റേൺ ആദ്യമായിട്ടാണ് വരുന്നത്. പത്മരാജന്റെയും KG ജോർജും അരവിന്ദനെയും ഒക്കെയാണ് നമ്മളോട് സ്ഥിരമായിട്ട് ചോദിക്കുന്നത്. അപ്പോൾ അതിൽ നിന്നൊക്കെ മാറി വളരെ എളുപ്പമായിട്ടുള്ള ഒരു ചോദ്യം സിനിമകളൊക്കെ കാണുന്ന കുട്ടികൾക്ക് വേഗം കിട്ടും. ഏതാണ് ആരതിയും മായയൊക്കെ കഥാപാത്രമായിട്ട് വരുന്നത്? ഓപ്ഷൻ 2 പ്രണയവർണ്ണങ്ങൾ എന്നുള്ള സിനിമയാണ് അല്ലെ. അതിൽ മായ എന്നുള്ള ക്യാരക്ടർ ചെയ്തിരിക്കുന്ന ആരാണ്? ദിവ്യ ഉണ്ണിയാണ്. ആരതി എന്നുള്ള ക്യാരക്ടർ ചെയ്തിട്ടുള്ളത് മഞ്ജു വാര്യരാണ് അല്ലെ. 1998 സിബി മലയിൽ സംവിധാനം ചെയ്ത് പുറത്തിറങ്ങിയിട്ടുള്ള ചിത്രമാണ് പ്രണയവർണ്ണങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ സിനിമയിൽ നിന്നും ഏത് തരത്തിൽ വേണമെങ്കിലും നമ്മളോട് ചോദ്യങ്ങൾ ചോദിക്കാം എന്നുള്ള ഒരു ഇതും കൂടി ഇപ്പൊ ഇതിനകത്ത് വന്നിട്ടുണ്ട്. പിന്നെ ദേശാടനക്കിളികൾ കരയാറില്ല ആരുടെ സിനിമയായിരുന്നു? പത്മരാജന്റെ സിനിമയാണ് അല്ലെ. എന്ന് സ്വന്തം ജാനകിക്കുട്ടി MTയുടെ എഴുത്തിനകത്ത് ഹരിഹരൻ സംവിധാനം ചെയ്ത് പുറത്തു വന്നിട്ടുള്ള ചെറിയ ചെറിയ ഭൂകമ്പങ്ങൾ എന്നുള്ള ചെറുകഥയെ ആധാരമാക്കി പുറത്തിറങ്ങിയിട്ടുള്ള സിനിമയാണ് എന്ന് സ്വന്തം ജാനകിക്കുട്ടി. ഓക്കെ, അപ്പൊ സിനിമ എന്നുള്ള ആ ഒരു സെക്ഷൻ നമുക്ക് ഒഴിച്ചുകൂടാനാവാത്തത് തന്നെയാണ്. അതിൽ നിന്നും നമ്മൾ ചിലപ്പോ എളുപ്പമാണ് എന്ന് ധരിക്കുന്ന ചോദ്യങ്ങൾ പോലും നമ്മൾക്ക് ചിലപ്പോ ശ്രദ്ധിച്ചിട്ടില്ല എങ്കിൽ തെറ്റിപ്പോവാനുള്ള സാധ്യതകളുണ്ട്. അപ്പോ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. പഴശ്ശി ലളിതാംഗി, പവഴക്കൊടി, അല്ലി അർജുന, നല്ല തങ്കാൾ തുടങ്ങിയ നാടകങ്ങൾ ഏതു വകുപ്പിൽ പെടുന്നു? പഴശ്ശി ലളിതാംഗി, പവഴക്കൊടി, അല്ലി അർജുന, നല്ല തങ്കാൾ തുടങ്ങിയ നാടകങ്ങൾ ഏതു വകുപ്പിലാണ് പെടുന്നത്? ഓപ്ഷൻ 1 ചവിട്ട് നാടകങ്ങൾ, ഓപ്ഷൻ 2 പ്രഹസനങ്ങൾ, ഓപ്ഷൻ 3 സംഗീത നാടകങ്ങൾ, ഓപ്ഷൻ 4 വെള്ളരി നാടകങ്ങൾ. ഇതിലേതാണ്? ഈ പേരുകൾ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഏതാണ്ട് ഒരു ഊഹം കിട്ടും അല്ലെ. ഏതിലാണ് ഇത്തരത്തിലുള്ള ഈ ഒരു നാടകങ്ങൾ ഏത് വകുപ്പിൽ പെടുന്നതാണ്? തീർച്ചയായിട്ടും ഓപ്ഷൻ 3 സംഗീത നാടകങ്ങൾ എന്നുള്ളതാണ് നമ്മുടെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, വടക്കേ മലബാറിലെ വിഷ്ണുമൂർത്തി തെയ്യം ഏത് അവതാരത്തെ ഉദ്ദേശിച്ചിട്ടുള്ളതാണ്? 1 വാമനൻ, 2 ബലരാമൻ, 3 നരസിംഹം, 4 പരശുരാമൻ. ഏതാണ് ഉത്തരം? ഓപ്ഷൻ 3 നരസിംഹം എന്നുള്ള അവതാരത്തിനെ ഉദ്ദേശിച്ചുകൊണ്ടുള്ളതാണ് ഏത്? വടക്കേ മലബാറിലുള്ള വിഷ്ണുമൂർത്തി തെയ്യം അല്ലെ. ഫോക്ലോർ കൃത്യമായിട്ട് പഠിച്ചുകൊണ്ടൊരു മേഖലയാണ് ഞാൻ നേരത്തെയും പറഞ്ഞിരുന്നു. അപ്പൊ അതിൽ നിന്നിപ്പോ രണ്ടാമത്തെ ചോദ്യമാണ് വന്നിട്ടുള്ളത്. അടുത്ത ചോദ്യം, ആദ്യകാല മലയാള നോവലുകൾ ഞാൻ നേരത്തെ പറഞ്ഞു ഇമ്പോർട്ടന്റ് ആണ് എന്ന് പറഞ്ഞു. അപ്പൊ അതിൽ നിന്ന് അടുത്ത ക്വസ്റ്റ്യൻ എന്താ വന്നിട്ടുണ്ട്? ഏതാണ്? കാലക്രമത്തിനനുസരിച്ചിട്ട് അറേഞ്ച് ചെയ്യാനാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. A സരസ്വതി വിജയം, B അക്ബർ, C ഇന്ദുമതി സ്വയംവരം, D സുകുമാരി, E മാർത്താണ്ഡവർമ്മ. ഇത്രയും നോവലുകളാണ്. എല്ലാം ആദ്യകാലത്ത് എഴുതിയിട്ടുള്ള നോവലുകളാണ്. ഇതിന്റെ കാലക്രമത്തിൽ എഴുതാനാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഇതിൽ ഏതാണ് ആൻസർ എന്ന് പറയുന്നത്? നമുക്ക് ഒന്ന് ആലോചിക്കേണ്ടി വരും. കാരണം സുകുമാരിയും ഇന്ദുമതി സ്വയംവരമൊക്കെ ചിലപ്പോൾ നമ്മൾ ഒന്ന് വിട്ട് കളഞ്ഞിട്ടുണ്ടായിരിക്കാം, ഒന്ന് കണ്ണടച്ച് പോയ ഭാഗങ്ങളായിരിക്കാം. മാർത്താണ്ഡവർമ്മയൊക്കെ 1891 നമുക്കറിയാമെങ്കിൽ മാർത്താണ്ഡവർമ്മ ധർമ്മരാജയൊക്കെ നമ്മൾ മെയിൻ ആയിട്ട് നോക്കി വെക്കുന്നുണ്ട്, അറിയായിരിക്കാം. സരസ്വതി വിജയവും അക്ബറും സുകുമാരിയും ഒക്കെ ഏത് വർഷത്തിലാണ്? ഇന്ദുലേഖയുടെ എന്തായാലും ഇന്ദുമതി സ്വയംവരം എന്തായാലും ആദ്യത്തിലേക്ക് വെക്കാം നമുക്ക്. ഓപ്ഷൻ C എന്തായാലും ആദ്യം വരും. കാരണം 1890 അമ്മാമൻ തമ്പുരാന്റെ രചനയിൽ ഇന്ദുമതി സ്വയംവരം എന്നുള്ളത് പുറത്തിറങ്ങുന്നത്. അപ്പോൾ ഇന്ദുമതി സ്വയംവരം എന്നുള്ള ഒറ്റ നോവലിന്റെ വർഷം അറിയാമെങ്കിൽ തന്നെ എന്ത് ശരിയായി? നമ്മുടെ ഉത്തരം ശരിയായി. അപ്പോൾ C ഫസ്റ്റ് വരുന്ന ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ. അതേതാണ്? ഓപ്ഷൻ 4 ദാറ്റ് ഈസ് CEABD. അതായത് ഇന്ദുമതി സ്വയംവരം, മാർത്താണ്ഡവർമ്മ, സരസ്വതി വിജയം, അക്ബർ, സുകുമാരി എന്നുള്ള ഓർഡറിലാണ് അതിനെ അടുക്കി വെക്കേണ്ടത്. അപ്പൊ എപ്പോഴും എന്ത് പഠിക്കുമ്പോഴും, കൃതികൾ പഠിക്കുമ്പോഴും, നോവലുകൾ പഠിക്കുമ്പോഴും, സിനിമകൾ പഠിക്കുമ്പോഴും ഒക്കെ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് അടുക്കി പെറുക്കി തന്നെ പഠിക്കുക. ഇപ്പം CVയുടെ നോവലുകളാണ് നമ്മൾ പഠിക്കാൻ എടുക്കുന്നതെങ്കിൽ അത് കൃത്യമായിട്ട് ആ ഓർഡറിൽ തന്നെ പഠിച്ചു പോകുക. അപ്പൊ നമുക്ക് ഏത് തരത്തിലുള്ള ചോദ്യം വന്നാലും അത് അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഇവിടെ 1890 അമ്മാമൻ തമ്പുരാന്റെ രചനയിൽ ഇന്ദുമതി സ്വയംവരം പുറത്തിറങ്ങുന്നു. പിന്നീട് 1891 മാർത്താണ്ഡവർമ്മ CVയുടെ പുറത്തിറങ്ങുന്നത്. പോത്തേരി കുഞ്ഞമ്പുവിന്റെ സരസ്വതി വിജയം 1892 കേരളവർമ്മ അക്ബർ വിവർത്തനം ചെയ്തിട്ടുള്ളത് 1894
ജോസഫ് മോളിയിൽ എഴുതിയിട്ടുള്ള സുകുമാരി എന്ന് പറയുന്ന സാമൂഹിക നാടകം പുറത്തു വരുന്നത്, നോവൽ പുറത്തു വരുന്നത് 1897 അപ്പോൾ 90, 91, 92, 94, 97 എന്നുള്ളതാണ് അതിന്റെ ശരിയായിട്ടുള്ള ക്രമം. അപ്പൊ നമുക്ക് ഇവിടെ ഓപ്ഷൻ 4 ശരിയായിട്ടുള്ള ഉത്തരമായിട്ട് തിരഞ്ഞെടുക്കാനായിട്ട് പറ്റണം. ഇനി സുകുമാർ അഴീക്കോടിന്റെ കൃതികൾ കാലക്രമം അനുസരിച്ചിട്ടുള്ള ശരിയായിട്ടുള്ള ഗണം ഏതാണ് എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അഴീക്കോടിന് മാറ്റി നിർത്താൻ പറ്റാത്ത ഒരു കാര്യം തന്നെയാണ്. അഴീക്കോടിന്റെ പ്രസ്താവനകളും കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. ഇത്തരത്തില് പക്ഷെ കൃതികൾ ഇപ്രാവശ്യത്തെ പരീക്ഷയ്ക്കകത്ത് വന്നിട്ടുള്ള ഒരു മെയിൻ വ്യത്യാസം എന്ന് പറയുന്നത് കൃതികളെ കൃത്യമായിട്ട് അതിന്റെ കാലഗണനാക്രമത്തിൽ അടുക്കി വെക്കാനായിട്ട് ചോദിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ കുട്ടികളോട് എപ്പോഴും പറയുന്ന കാര്യമാണ്, എന്ത് പഠിക്കുമ്പോഴും വൃത്തിയായിട്ട് അതിന്റെ കാലക്രമത്തിനനുസരിച്ച് തന്നെ ഒരു കോഡൊക്കെ ഉണ്ടാക്കി പഠിച്ചു വെക്കുക. എല്ലാം നമുക്ക് ഓർമ്മ കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പൊ ഒരു കോഡൊക്കെ ഉണ്ടാക്കിയിട്ട് കൃത്യമായിട്ട് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത് ഒരു കൺഫ്യൂഷൻ ഇല്ലാതെ ഇതാവും. അപ്പൊ കൃതികൾ നമുക്ക് ഏതാണെന്ന് അറിയാം, ആരുടെയാണെന്ന് അറിയാം. ചിലപ്പോൾ കൃതികൾക്കകത്ത് പാഷാന്റെ സീതാകാവ്യത്തിനകത്ത് ചിന്താവിഷ്ടയായ സീതയാണ് പഠിക്കപ്പെടുന്നതെന്ന് അറിയാം, എല്ലാം അറിയായിരിക്കും. പക്ഷെ അടുത്ത പരീക്ഷയ്ക്ക് എന്ത് ചോദിച്ചാലും എനിക്ക് എഴുതാൻ പറ്റണം എന്നുള്ള രീതിക്കാണ് നമ്മൾ പഠിച്ചു പോകേണ്ടത്. അപ്പൊ ഇവിടെ മലയാള സാഹിത്യ വിമർശനം കൊടുത്തിട്ടുണ്ട്, തത്വമസിയുണ്ട്, ആശാന്റെ സീതാകാവ്യമുണ്ട്, ശങ്കരക്കുറുപ്പ് വിമർശിക്കപ്പെടുന്നു എന്നുള്ള കൃതിയുണ്ട്, രമണനും മലയാള കവിതയും എന്നുള്ള കൃതിയുണ്ട്. അപ്പൊ ഇതിൽ ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കാൻ നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതിനെ എങ്ങനെ അറേഞ്ച് ചെയ്യാം? നമുക്കറിയാം തത്വമസിയൊക്കെ അദ്ദേഹത്തിന്റെ അവസാനത്തെ ഏതാണ്ട് ആ ഒരു സമയമൊക്കെ ആകുമ്പോഴത്തേക്കും എഴുതുന്ന കൃതിയാണ്. ഉപനിഷത്തുകളെ പറ്റി പറയുന്ന കൃതിയാണ് തത്വമസി എന്നുള്ളത് അറിയാം. അപ്പോ അതിനെ നമുക്ക് കുറച്ചങ്ങോട്ട് ഒരു അവസാനത്തേക്ക് നീക്കി വെക്കാം. അപ്പൊ ആദ്യകാലത്ത് എഴുതിയിട്ടുള്ള കൃതികളൊക്കെ ഏതൊക്കെയാണ്? തീർച്ചയായിട്ടും ആശാന്റെ സീതാകാവ്യത്തിലൂടെയാണ് അഴീക്കോട് കുറച്ചുകൂടി ശ്രദ്ധേയനാകുന്നത്. അപ്പൊ സി എന്നുള്ളതാണ് അഴീക്കോടിന്റെ ആദ്യത്തെ, ഇവിടെ തന്നിട്ടുള്ള ചോദിച്ചുള്ള ആദ്യത്തെ കൃതി എന്ന് പറയുന്നത്. അപ്പൊ സി എന്നുള്ളത് വരുന്ന 2 ഓപ്ഷൻസ് ഉണ്ട്, ഓപ്ഷൻ 2ഉം ഓപ്ഷൻ 4ഉം. അപ്പോഴും നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാകാം. ഇനി അടുത്തത് രമണനും മലയാള കവിതയും അല്ലെ. രമണനെ കൃത്യമായിട്ട് രമണൻ എന്ന കൃതിയെ പഠിക്കുന്ന കൃതിയാണ് അദ്ദേഹത്തിന്റെ രമണനും മലയാള കവിതയും എന്നുള്ളത്. അതിനെ നമുക്ക് രണ്ടാമത്തെ ആയിട്ട് എടുക്കാം. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിലും CE അപ്പോഴും 2ഉം 4ഉം എന്ത് ചെയ്യും? അവശേഷിക്കും. അപ്പൊ ഇനിയുള്ളതാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? അറിയേണ്ടത്. അപ്പോ അടുത്തത് ഏതായിരിക്കും? തീർച്ചയായിട്ടും ശങ്കരക്കുറുപ്പിനെയൊക്കെ പഠിക്കപ്പെടുന്നത് ആദ്യകാലങ്ങളിലല്ലേ. ശങ്കരക്കുറുപ്പ് വിമർശിക്കപ്പെടുന്നു എന്നുള്ള കൃതിയിൽ G ശങ്കരക്കുറുപ്പിനെ കവി എന്ന നിലയിൽ സ്വന്തമായിട്ട് വള്ളവും വലയും ഇല്ല എന്നൊക്കെ അഭിപ്രായപ്പെടുന്ന രീതിയിലുള്ള കൃതി ഏതാണ്? ശങ്കരക്കുറുപ്പ് വിമർശിക്കപ്പെടുന്നു എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ഡീനെ മൂന്നാമതായിട്ട് പരിഗണിക്കാം. അപ്പൊ CED എന്നുള്ള ഓപ്ഷൻ വരുന്നത് ഏതാണ്? ഓപ്ഷൻ 2 ആണ്. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും അടുത്തത് ഏതൊക്കെയാണ്? എയും ബിയും, മലയാള സാഹിത്യ വിമർശനവും തത്വമസിയും. അപ്പോ 1954 ആശാന്റെ സീതാകാവ്യം, അത് കഴിഞ്ഞ് 1956 രമണനും മലയാള കവിതയും, അത് കഴിഞ്ഞ് 1963 ശങ്കരക്കുറുപ്പ് വിമർശിക്കപ്പെടുന്നു. 1981 മലയാള സാഹിത്യ വിമർശനം പോലുള്ള പ്രസിദ്ധമായിട്ടുള്ള കൃതികൾ പുറത്തിറങ്ങുന്നത്. ഓക്കെ, അതിന് 1985 കേരള സാഹിത്യ അക്കാദമി അവാർഡും ലഭിച്ചിട്ടുണ്ട് മലയാള സാഹിത്യ വിമർശനം എന്നുള്ള കൃതിക്ക്. പിന്നീട് 1984 തത്വമസിയൊക്കെ പുറത്തിറങ്ങുന്നത്. പിന്നെയും അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായിട്ടുള്ള ഒരുപാട് കൃതികൾ പുറത്തു ഇറങ്ങിയിട്ടുണ്ട്. ഖണ്ഡനവും മണ്ഡനവും, ഗുരുവിന്റെ ദുഃഖം, നവയാത്രകൾ, അങ്ങനെയുള്ള കൃതികളൊക്കെ ഉണ്ട്. അപ്പോൾ പഠിക്കുന്ന സമയത്ത് ആ എല്ലാ കൃതികളെയും ഒന്നിച്ചു വെച്ച് കൃത്യമായിട്ടൊരു കോഡൊക്കെ ഉണ്ടാക്കി പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് കഴിയും. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. കഥകളിയുടെ ചടങ്ങുകളുടെ ക്രമം. ഇത് നമുക്കൊരു പുതിയ ക്വസ്റ്റ്യൻ അല്ല അല്ലെ, കാരണം എപ്പോഴും UGC റിപ്പീറ്റ് ചെയ്യാറുള്ള ചോദ്യങ്ങളിൽ ഒന്നാണ് ഈ കഥകളിയുടെ ചടങ്ങുകൾ. ഇതിപ്പോ കേട്ടറ്റിനാണെങ്കിലും നെറ്റിനാണെങ്കിലും സെറ്റിനാണെങ്കിലും എന്താണ് എപ്പോഴും ചോദിക്കുന്ന ഒന്നാണ്. മലയാള വിദ്യാർത്ഥികളായിട്ടുള്ള നമ്മൾ ആട്ടക്കഥയൊക്കെ പഠിക്കുന്ന നമ്മൾ തീർച്ചയായിട്ടും അത് ഓർത്തു വെക്കേണ്ട ഒന്ന് തന്നെയാണ്. അപ്പം A വന്ദനം, B തോടയം, C പുറപ്പാട്, D കേളി, E മേളപ്പദം. അപ്പൊ ഇതിൽ ഏതായിരിക്കും ആൻസർ എന്ന് പറയുന്നത്? കൃത്യമായിട്ട് ഒന്ന് ഓർത്തു നോക്കി. ആ ഒരു ഓർഡറിൽ തന്നെ അങ്ങനെ ഒരു പാട്ട് പോലെ അങ്ങോട്ട് പഠിച്ചു വെച്ചാൽ കൃത്യമായിട്ട് കിട്ടും അല്ലെ. കേളി, അരങ്ങുകേളി, തോടയം, വന്ദന ശ്ലോകം, പുറപ്പാട്, മേളപ്പദം, കഥാരംഭം, ധനാശി. കേളി, അരങ്ങുകേളി, തോടയം, വന്ദന ശ്ലോകം, പുറപ്പാട്, മേളപ്പദം, കഥാരംഭം, ധനാശി. അപ്പൊ അങ്ങനെ പഠിച്ചു പോയിട്ടുള്ള ഒരു കുട്ടിക്ക് ഏത് ആൻസർ ആണ് മാർക്ക് ചെയ്യാനായിട്ട് കഴിയുക? ഓപ്ഷൻ 4 D ആണ്. എന്തായാലും കേളി ആദ്യം വരും, D ആദ്യം വരും അല്ലെ. അപ്പൊ കേളി ആദ്യം വരുന്ന അറിഞ്ഞാൽ തന്നെ നമുക്ക് എന്ത് മാർക്ക് ചെയ്യാൻ പറ്റും? ഓപ്ഷൻ 4 മാർക്ക് ചെയ്യാനായിട്ട് പറ്റില്ലേ? കേളി, അരങ്ങുകേളി, തോടയം, വിഘ്നങ്ങളൊന്നും ഇല്ലാതിരിക്കാനായിട്ട് നമ്മൾ നടത്തുന്ന പ്രാർത്ഥനയാണ് തോടയം എന്നുള്ളത് അല്ലെ. അപ്പൊ തോടയം കഴിഞ്ഞിട്ടാണ് വന്ദന ശ്ലോകം വരുന്നത്. വന്ദന ശ്ലോകം കഴിഞ്ഞിട്ടാണ് എന്ത് വരുള്ളൂ? പുറപ്പാട് വരുള്ളൂ.
പുറപ്പാട് കഴിഞ്ഞിട്ടാണ് മേളപദം ഉണ്ടാവുള്ളൂ, അത് ഉറപ്പാണ് അല്ലെ. മേളപദം കഴിഞ്ഞ ശേഷമാണ് കഥാരംഭം ആരംഭിക്കുന്നുള്ളൂ. കഥകളിയിലെ ഏറ്റവും അവസാനത്തെ ചടങ്ങ് ഏതാണ്? ധനാശിയാണ്. അപ്പൊ കഥകളിയെ സംബന്ധിച്ചിടത്തോളം കഥകളിയിലെ ചടങ്ങുകൾ, വേഷക്രമങ്ങള്, പഞ്ചാകത്തി, കരി, താടി, അതിന്റെ ക്യാരക്ടേഴ്സ്, ആട്ടക്കഥകൾ എല്ലാം ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ആത്മകഥകൾ കാലക്രമം അനുസരിച്ച് ശരിയായ ഗണം. അതാണ്. അപ്പൊ ഇതും നമുക്ക് അഴീക്കോടനെ ചോദിച്ചതുമായിട്ടുള്ളൊരു ട്രിക്കി ക്വസ്റ്റ്യൻ ആണ്. കൃത്യമായിട്ട് നോക്കി പോയിട്ടുള്ള കുട്ടിക്ക് അല്ലാതെ ഇത് മാർക്ക് ചെയ്യാനായിട്ട് പ്രയാസം അനുഭവപ്പെടാം. കവിയുടെ കാൽപ്പാടുകൾ, ജീവിതപാത, ജീവിത സമരം, എന്റെ വഴിയമ്പലങ്ങൾ, കഴിഞ്ഞ കാലം. അല്ലെ, അപ്പൊ ആരുടെയാണ് ഇതൊക്കെ? ആദ്യം ആരുടെയാണ് എന്നുള്ളത് നമുക്കറിയണല്ലോ. ഓപ്ഷൻ എ കവിയുടെ കാൽപ്പാടുകൾ പി കുഞ്ഞിരാമൻ നായരാണ് അല്ലെ. ഓപ്ഷൻ ബി ജീവിതപാത ചെറുകാടാണ്. ഓപ്ഷൻ സി ജീവിത സമരം സി കേശവന്റെയാണ്. കഴിഞ്ഞ കാലം ആരുടെയാണ്? കെ പി കേശവമേനോന്റെ അല്ലെ. എന്റെ വഴിയമ്പലങ്ങൾ നമുക്ക് സുപരിചിതമായിട്ടുള്ള പൊറ്റേക്കാടിന്റെ കൃതിയാണ്. ഓക്കെ, അപ്പൊ ഇതിനെ അറേഞ്ച് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇതേവരെ നമ്മളോട് എപ്പോഴും ചോദിക്കുക എന്താണ്? ചേരുംപടിക്ക് ആരുടെ കൃതിയാണ് എന്നുള്ള രീതിയിലാണ് ചോദിക്കാറുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് അതിനനുസരിച്ച് ഒന്ന് അറേഞ്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് വർഷങ്ങൾ അറിഞ്ഞേ പറ്റുള്ളൂ. ഏതാണ്ട് ആ ഒരു കാലഘട്ടമെങ്കിലും നമുക്ക് മനസ്സിലുണ്ടാവണം. അപ്പോ എന്റെ വഴിയമ്പലങ്ങൾ എന്നുള്ള പൊറ്റേക്കാടിന്റെ ഇത് എന്തായാലും ഒരു അവസാനത്തിലേക്ക് നമുക്ക് നിർത്തുവാണെങ്കിൽ ഡി അവസാനം വരുന്ന ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ 2 CEBAD ആണ്. കാരണം സി കേശവന്റെ ജീവിത സമരമൊക്കെയാണ് 1954 1955 പുറത്തിറങ്ങിയിട്ടുള്ള കൃതി. ഏതാണ്? ജീവിത സമരമാണ്. ജീവിത സമരം വന്നിട്ട് 1954 അതിലാണ് 54 ജീവിത സമരത്തിന്റെ ആദ്യത്തെ ഇത് വരുന്നത്. രണ്ടാമത്തെ ഭാഗം പുറത്തിറങ്ങുന്നത് 1955 പിന്നെ അത് രണ്ട് ഭാഗങ്ങളും കൂടിയിട്ട് ഒന്നിച്ചിട്ട് 1968 അവര് പുറത്തിറങ്ങുന്നുണ്ട്. പക്ഷെ നമ്മൾ ആദ്യം പ്രസിദ്ധീകരിച്ച ഒരു വർഷമാണ് പരിഗണിക്കുന്നത്, 1954. ഇപ്പൊ കെ പി കേശവമേനോന്റെ കഴിഞ്ഞ കാലമാണ് നമുക്ക് അടുത്തതായിട്ട് നിർത്താൻ പറ്റുക. കഴിഞ്ഞ കാലം എന്ന് പറയുന്നത് 1958 കഴിഞ്ഞ കാലം പുറത്തിറങ്ങുന്നത്. 1958. ജീവിതപാത 1974 കവിയുടെ കാൽപ്പാടുകൾ പുറത്തിറങ്ങുന്നത് 1975 അല്ലെ. പി കുഞ്ഞിരാമൻ നായരുടെ 3 കൃതികളും കൂടിയിട്ട് ഒറ്റ പുസ്തകമായിട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. കവിയുടെ കാൽപ്പാടുകൾ, നിത്യകന്യകയെ തേടി, എന്നെ തിരയുന്ന ഞാൻ എന്നുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് എന്റെ വഴിയമ്പലങ്ങളുടെ വർഷം എനിക്ക് കൃത്യമായിട്ട് കിട്ടിയിട്ടില്ല. ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് കമന്റ് ആയിട്ട് ഇടുക. നമുക്ക് കിട്ടിയ വർഷം വെച്ച് തന്നെ അറേഞ്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഏതാണ് ശരിയായിട്ടുള്ള ഉത്തരം വരുന്നത്? CEBAD എന്നുള്ളതാണ്. ഓപ്ഷൻ 2 ആണ് നമുക്ക് പിക്ക് ചെയ്യാനായിട്ട് പറ്റുക. ചെറുകാടിന്റെ ജീവിതപാതയൊക്കെ എപ്പോഴും സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ റിപ്പീറ്റ് ചെയ്യുന്ന ഒരു ഇതാണ്. ജീവിതപാതയ്ക്ക് അവതാരിക എഴുതിയിട്ടുള്ളത് EMS ആണ്. അപ്പോ അദ്ദേഹത്തിന്റെ കൃതികളൊക്കെ പ്രധാനമായിട്ട് നോക്കി വെക്കണം. ഇനി കെ പി കേശവമേനോന്റെ വിലാത്തി വിശേഷമൊക്കെ കഴിഞ്ഞ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ആത്മകഥകളും ഈ പറഞ്ഞ പോലെ ജീവചരിത്രങ്ങളും ഒക്കെ നമുക്ക് ആ ഒരു 2 മാർക്ക് ഒഴിച്ചുകൂടാനാവാത്തത് തന്നെയാണ്. അതൊന്ന് കൃത്യമായി വല്ല കോഡൊക്കെ വെച്ച് പഠിക്കുകയാണെങ്കിൽ എന്താണ് കൃത്യമായിട്ട് നമുക്ക് ഓർത്തെടുക്കാനായിട്ട് സാധിക്കും. ഇനി വ്യാകരണ ഗ്രന്ഥങ്ങളുടെ രചനാകാലം അനുസരിച്ചിട്ടുള്ള ശരിയായിട്ടുള്ള ഗണമാണ് നമ്മളോട് ചോദിച്ചത്. ഓപ്ഷൻ എ കേരള ഭാഷാ വ്യാകരണം, ഓപ്ഷൻ ബി കേരള പാണ്ഡിയം, ഓപ്ഷൻ സി കേരള കൗമുദി, ഓപ്ഷൻ ഡി ശബ്ദ സൗഭഗം, ഓപ്ഷൻ ഇ വ്യാകരണമിത്രം. ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കാൻ ആയിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ വ്യാകരണ കൃതികൾ അവിടെ രചയിതാക്കൾ അതൊക്കെ ചേരുംപടിക്ക് ചോദിക്കാറുണ്ട്. ആദ്യകാല വ്യാകരണ കൃതികളുടെ ഒക്കെ വർഷങ്ങളും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ കേരളവാണി എല്ലാവർക്കും അറിയായിരിക്കും അല്ലെ. 1896 അത് എപ്പോഴും കേരളവാണിയം ആദ്യ പതിപ്പ് പുറത്തിറങ്ങിയ വർഷം ഏത്, രണ്ടാം പതിപ്പ് പുറത്തിറങ്ങിയ വർഷം ഏത് എന്നൊക്കെ നമ്മളോട് ചോദിച്ചു കണ്ടിട്ടുള്ളത് കൊണ്ട് കേരളവാണിയം എല്ലാവർക്കും അറിയായിരിക്കും. 1896 അല്ലെ. ഇനി നമുക്കിവിടെ വർഷം അനുസരിച്ച് നമ്മൾ അറേഞ്ച് ചെയ്യുമ്പോൾ 1975 കേരള കൗമുദി, കോന്നി നെടുങ്ങാടിയുടെ കേരള കൗമുദി പുറത്തിറങ്ങിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് 1877 വൈക്കത്ത് പാച്ചുമൂത്തതിന്റെ കേരള ഭാഷാ വ്യാകരണം പുറത്തിറങ്ങുന്നുണ്ട്. അപ്പോ ഓപ്ഷൻ സി ആണ് ആദ്യമായിട്ട് വരുന്നത്. പിന്നീട് വരുന്നത് ഓപ്ഷൻ എ ആണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു ഓപ്ഷൻ നമുക്ക് ഇവിടെ ലഭ്യമല്ല. പിന്നീട് 1896 കേരള പാണ്ഡിയം വരുന്നത്. പിന്നെ 1904 വ്യാകരണമിത്രവും 1976 ജോൺ കുന്നപ്പള്ളിയുടെ ശബ്ദ സൗഭഗവും. അപ്പൊ അങ്ങനെ ഒരു ഓപ്ഷൻ നമുക്ക് ഇവിടെ ലഭ്യമല്ലാത്തത് കൊണ്ട് തന്നെ എന്താണ് ഈ ക്വസ്റ്റ്യൻ ഓപ്ഷൻ തെറ്റായിട്ട് നമുക്ക് പരിഗണിക്കേണ്ടി വരും. ചിലപ്പോൾ അത് ഡിലീഷന് പോവാൻ സാധ്യതയുള്ളൊരു ചോദ്യമാണ്. അപ്പൊ എന്തായാലും നമ്മൾ കാലക്രമത്തിനനുസരിച്ച് നമുക്ക്
കിട്ടിയിട്ടുള്ള വിവരങ്ങൾ വെച്ച് കാലക്രമത്തിനനുസരിച്ച് അറേഞ്ച് ചെയ്യുമ്പോൾ എങ്ങനെയാണ്? കേരള കൗമുദി ഫസ്റ്റ്, കേരള ഭാഷ വ്യാകരണം, കേരള പാണിനീയം, വ്യാകരണ മിത്രം, ശബ്ദ സൗഭകം, ഇങ്ങനെയാണ് നമുക്ക് അറേഞ്ച് ചെയ്യേണ്ടി വരിക. അപ്പോൾ വ്യാകരണ കൃതികളും അതിന്റെ വർഷങ്ങളും എല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോകുന്നു. അടുത്ത ക്വസ്റ്റ്യൻ ഈ പറഞ്ഞതുപോലെ കേരള പാണിനീയത്തിലെ വിഭക്തി ക്രമം ശരിയായിട്ട് അടയാളപ്പെടുത്താനാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. പ്രയോജിക, സംയോജിക, സംബന്ധിക, ഉദ്ദേശിക, പ്രതിഗ്രാഹിക, ഇത്രയാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെയും നമുക്ക് എന്താണെന്ന് കാണാം. കാരിക നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട് അല്ലെ. നമുക്കറിയാം തന്മ നിർദ്ദേശിക കർത്ത, പ്രതിഗ്രാഹിക കർമ്മമേ, സ്വാമി സ്വാമി ഉദ്ദേശിക ക് ആൾ പ്രയോജികയാം ഹേതു, ആധാരീകരണം, ഇൽക്കൽ പ്രത്യയമായവ എന്നുള്ള ആ ഒരു കാര്യം നമുക്ക് എല്ലാവർക്കും കാണാപ്പാടാണ്. അത് വെച്ചിട്ടാണ് നമ്മൾ വിഭക്തികളും ഇതൊക്കെ നോക്കുന്നത്. അപ്പൊ ആ ഒരു ഓർഡർ വെച്ച് നോക്കുമ്പോഴും എന്തില്ല, അതിനനുസൃതമായിട്ടുള്ള ഒരു ഓപ്ഷൻ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കില്ല. അപ്പൊ ഇവിടെ എന്താണ് ഓപ്ഷൻ തെറ്റാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഇവിടെ അറേഞ്ച് ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെയാണ് വരിക? പ്രതിഗ്രാഹികയാണ് ആദ്യം വരിക, ഓപ്ഷൻ ഇ അല്ലെ. രണ്ടാമത്തെ സംയോജിക ബി വരും. മൂന്നാമത്തെ ഉദ്ദേശിക വരും. നാലാമത്തെ പ്രയോജിക വരും. അഞ്ചാമത്തെ സംബന്ധിക വരും. പിന്നെ ആധാരികരണം നമ്മളോട് ചോദിച്ചിട്ടില്ലാത്തത് കൊണ്ട് അത് കുഴപ്പമില്ല. അപ്പോൾ കേരള പാണിനീയത്തിൽ വിഭക്തിക്രമം ചോദിച്ചിട്ടുള്ളതിലും ഈ ഒരു ക്വസ്റ്റ്യനിലും ഓപ്ഷൻ ഡിലീഷൻ ആവാൻ സാധ്യതയുള്ള ഒരു ചോദ്യമായിട്ടാണ് പരിഗണിക്കുന്നത്. ഇനി 139 സ്ഥാപിതമായിട്ടുള്ള കാലം മുൻനിർത്തി ശരിയായ ക്രമം അടയാളപ്പെടുത്താനാണ് പറഞ്ഞിട്ടുള്ളത്. എ സഹോദര സംഘം, ബി യോഗക്ഷേമ സഭ, സി നായർ സർവീസ് സൊസൈറ്റി, ഡി സാധുജന പരിപാലന സംഘം, ഈ ബാല സമുദായ പരിഷ്കരണി സഭ. എപ്പോഴും നമ്മളോട് ചോദിക്കുന്ന ഒന്നാണ്. ഏത് പരീക്ഷയ്ക്കായിക്കോട്ടെ, PSC, നെറ്റ്, സെറ്റ്, കേട്ടറ്റ്, ഏതിനായാലും ചരിത്ര സംഭവങ്ങൾ നടന്ന വർഷങ്ങൾ കൃത്യമായിട്ട് നമ്മളോട് അറേഞ്ച് ചെയ്യാനായിട്ട് ചോദിക്കാറുണ്ട് അല്ലെ. കുണ്ടറ വിളംബരം, കുറിച്യ കലാപം, വൈക്കം സത്യാഗ്രഹം, ഗുരുവായൂർ സത്യാഗ്രഹം, അങ്ങനെ എല്ലാതും, ചാന്നാർലഹള എല്ലാം നമ്മളോട് ചോദിക്കാറുണ്ട്. ഇവിടെ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് സ്ഥാപിതമായ കാലം മുൻനിർത്തിയിട്ടുള്ള സംഘടനകളൊക്കെ സ്ഥാപിതമാവുന്ന ഒരു സമയം നമ്മുടെ കേരള ചരിത്രത്തിലുണ്ട്. SNDP, യോഗക്ഷേമ സഭ ഇല്ല. അപ്പൊ അതൊക്കെ ആര് സ്ഥാപിച്ചു, എവിടെ സ്ഥാപിച്ചു, ഏതാണ് വർഷം എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. അപ്പൊ നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരങ്ങൾ വെച്ച് നമ്മൾ അറേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ വരും? എന്തായാലും സാധുജന പരിപാലന സംഘമൊക്കെ ഏറ്റവും ആദ്യത്തിലാണ് നമുക്കറിയാം. അയ്യങ്കാളിയുടെ 1907 സ്ഥാപിക്കപ്പെട്ടതെന്നും നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു ധാരണയുണ്ടാവും. അപ്പോ സാധുജന പരിപാലന സംഘത്തെ നമുക്ക് ആദ്യം കൊണ്ടു നിർത്താം. അപ്പൊ എന്തെയും ഇപ്പൊ ഡി ഫസ്റ്റ് വരുന്ന ഓപ്ഷൻസ് ഏതൊക്കെയാണ്? ഓപ്ഷൻ 2ഉം ഓപ്ഷൻ 4ഉമാണ് അല്ലെ. അപ്പോ പിന്നെ 1907 കഴിഞ്ഞ് തൊട്ടടുത്ത വർഷം തന്നെയാണ് യോഗക്ഷേമ സഭയും സ്ഥാപിതമാകുന്നത്, 1908. അപ്പൊ ബി തൊട്ടടുത്ത് വരുന്ന ഓപ്ഷൻ ഏതേ ഉള്ളൂ? ഓപ്ഷൻ 2 ഉള്ളൂ. അപ്പോ ആകെ സാധുജന പരിപാലന സംഘവും യോഗക്ഷേമ സഭയും മാത്രം 1907, 1908 അടുപ്പിച്ചടുപ്പിച്ച് പഠിച്ചു വെച്ചിട്ടുള്ള ഒരു കുട്ടിക്ക് എന്ത് കിട്ടാം? ഈ ചോദ്യത്തിനുള്ള 2 മാർക്ക് തീർച്ചയായിട്ടും ലഭിക്കും. അപ്പോ 1910 ബാലസമുദായ പരിഷ്കരണി സഭ വരുന്നത്. അതിനുശേഷം 1914 NSS വരുന്നത്, നായർ സർവീസ് സൊസൈറ്റി. അതിനുശേഷം 1917 സഹോദരൻ അയ്യപ്പന്റെ നേതൃത്വത്തിൽ ചെറായിയിലാണ് എന്ത് സ്ഥാപിക്കപ്പെടുന്നത്? സഹോദര സംഘം സ്ഥാപിക്കപ്പെടുന്നത്. അപ്പൊ സഹോദര സംഘമാണ് ഏറ്റവും അവസാനം ഇതിനകത്ത് കൊടുത്തിട്ടുള്ളതിൽ വെച്ച് സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പൊ അവസാനം വരുന്ന ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ. അതേതാണ്? ഓപ്ഷൻ 2 അപ്പൊ DBECA എന്നുള്ളതാണ് നമ്മുടെ ശരിയായിട്ടുള്ള ആൻസർ. ചരിത്ര സംഭവങ്ങളും അതിന്റെ കാലഗണന ക്രമത്തിൽ തന്നെ പഠിച്ചു വെക്കുക. പഠിച്ചിട്ടും ഓർമ്മ നിൽക്കുന്നില്ല, പിന്നെയും മാറിപ്പോകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ കൺഫ്യൂഷൻ വരുന്ന ഭാഗങ്ങളിൽ കൃത്യമായി കോഡിട്ട് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ 140ാമത്തെ ക്വസ്റ്റ്യൻ, ചരിത്ര സംഭവങ്ങളെ കാലക്രമം അനുസരിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ വീണ്ടും അതേ ഒരു സെക്ഷൻ തന്നെയാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. കാലക്രമം അനുസരിച്ചിട്ട് ഇതാക്കാനാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ എ വൈക്കം സത്യാഗ്രഹം, ബി നിവർത്തന പ്രക്ഷോഭം, സി കല്ലുമാല സമരം, ഡി പന്തി ഭോജനം, ഈ മലബാർ കലാപം. അത് ശരിയായിട്ടുള്ള ഉത്തരം തിരഞ്ഞെടുക്കുന്നത് എങ്ങനെ വരും? വൈക്കം സത്യാഗ്രഹം എന്തായാലും എല്ലാവർക്കും അറിയാം. 24-25 നടന്നിട്ടുള്ള ഒരു സമരമാണ് വൈക്കം സത്യാഗ്രഹം എന്നുള്ളത് അറിയാം. അപ്പൊ എന്തായാലും മലബാർ കലാപമൊക്കെ ആദ്യത്തിലാണല്ലോ ഒരു വൈക്കം സത്യാഗ്രഹത്തിന് മുമ്പ് നടന്നതെന്നറിയാം. നിവർത്തന പ്രക്ഷോഭം ഏറ്റവും അവസാനത്തിലാണ് എന്നും ഒരു അത്യാവശ്യം ബോധമുള്ള എല്ലാവർക്കും ഊഹിക്കാനായിട്ട് പറ്റും. അപ്പൊ നിവർത്തന പ്രക്ഷോഭത്തിന് നമുക്ക് ഏറ്റവും ലാസ്റ്റ് കൊണ്ടേ നിർത്താം. 1932 നിവർത്തന പ്രക്ഷോഭം നടക്കുന്നത്. അപ്പൊ ബി ലാസ്റ്റ് വരുന്ന 2 ഓപ്ഷൻസിന്റെ ഓപ്ഷൻ 4ഉം ഓപ്ഷൻ 1ഉം. ഓക്കെ. അപ്പോ
ഇനി പന്തിഭോജനത്തിന്റെയും കല്ലുമാല സമരത്തിന്റെയും അതുപോലെ തന്നെ മലബാർ കലാപം പിന്നെ 1921 നമ്മൾ പണ്ട് മുതൽക്കേ കാണാപ്പാഠം പഠിച്ചു വെച്ചിട്ടുള്ള ഒരു ഇയറാണ് 1921 മലബാർ കലാപം നടന്നു എന്നുള്ളത്. അപ്പോൾ വൈക്കം സത്യാഗ്രഹത്തിന് മുൻപാണ് മലബാർ കലാപം നടന്നിട്ടുള്ളത് എന്നറിയാം. അപ്പോ മലബാർ കലാപത്തിനെ നമ്മൾ ആദ്യം നിർത്തി വൈക്കം സത്യാഗ്രഹത്തിനെ ഇപ്പുറത്ത് നിർത്തുമ്പോൾ ഈ എ എന്നുള്ള പാറ്റേണിൽ വരുന്നത് ഏതാണ്? ഓപ്ഷൻ 4ലും വരുന്നുണ്ട്, ഇതിലും വരുന്നുണ്ട് അല്ലെ? അപ്പൊ നമുക്ക് ഇനി സിയും ഡിയും കല്ലുമാല സമരം പന്തിഭോജനം അറിഞ്ഞിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റില്ല? കൃത്യമായിട്ട് ഇത്തരത്തിലുള്ള ഒരു ചോദ്യത്തിന് ആൻസർ ചെയ്യാനായിട്ട് പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് വർഷങ്ങൾ ഓർമ്മ നിൽക്കുന്നില്ല എങ്കിൽ കോഡ് വെച്ചിട്ടെങ്കിലും നമ്മൾ പഠിച്ചേ മതിയാവുകയുള്ളൂ. അപ്പോ കല്ലുമാല സമരം നടന്ന വർഷം 1915 അപ്പോ അത് ആദ്യം കൊണ്ട് നിർത്തേണ്ടി വരും. അപ്പൊ ഡി എന്നുള്ളത് ആദ്യം കിട്ടുമ്പോൾ ഈ കല്ലുമാല സമരം, വില്ലുവണ്ടി സമരം അതൊക്കെ നമ്മൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കുന്നതാണല്ലോ. അപ്പൊ DCEAB എന്നുള്ള CDEAB കല്ലുമാല സമരം സി ആദ്യം വരുന്നത് ഓപ്ഷൻ 4 അല്ലെ? കല്ലുമാല സമരത്തിന് നമ്മൾ ആദ്യം കൊണ്ട് നിർത്തുമ്പോൾ ഓപ്ഷൻ 4 ആണ് സി വരുന്നത്. സി ഫസ്റ്റ് വരുന്ന ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. ഏതാണ്? ഓപ്ഷൻ 4 ആണ്. ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പ്രസിദ്ധീകരണ ആരംഭിച്ച കാലം അടിസ്ഥാനമാക്കിയിട്ട് ശരിയായിട്ടുള്ള ക്രമമാണ്. അപ്പൊ ഇതേ ഒരു പാറ്റേണിലുള്ള ചോദ്യങ്ങൾ നമ്മളോട് സ്ഥിരമായിട്ട് ചോദിക്കുന്നുണ്ട്. ഇപ്പൊ വനിതാ മാസികകള്, പിന്നെ ആദ്യകാല മാസികകള്, ചെറുകഥകള്, ഇതൊക്കെ ഇങ്ങനെ കാലക്രമത്തിനനുസരിച്ച് അടുക്കാൻ നമ്മളോട് ചോദിക്കാറുണ്ട്. അപ്പൊ കാലക്രമം എന്ന് പറയുന്നത് എല്ലാത്തിനെയും സംബന്ധിച്ച് ഇമ്പോർട്ടന്റ് ആണ്. ഓപ്ഷൻ എ സത്യനാഥ കാഹളം, ഓപ്ഷൻ ബി കേരളമിത്രം, ഓപ്ഷൻ സി പശ്ചിമ താരക, ഓപ്ഷൻ ഡി പശ്ചിമോദയം, ഓപ്ഷൻ ഇ വിദ്യാവിനോദിനി. അപ്പൊ പത്രമാസികകൾ അതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെക്ഷൻ തന്നെയാണ്. ഇപ്പൊ ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം നമ്മൾ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ഏത് വരും? ഓപ്ഷൻ 1 DCABE ആണ് വരിക. എങ്ങനെ വരും? പശ്ചിമോദയം, അത് കഴിഞ്ഞ് പശ്ചിമ താരക, സത്യനാഥ കാഹളം, കേരളമിത്രം, വിദ്യാവിനോദിനി. വിദ്യാവിനോദിനി പുറത്തിറങ്ങുന്നത് 1889 1847 പശ്ചിമോദയം, 1864 പശ്ചിമ താരക, 1876 സത്യനാഥ കാഹളം, 1881 കേരളമിത്രം, 89 വിദ്യാവിനോദിനി പുറത്തിറങ്ങുന്നത്. അപ്പൊ DCABE എന്നുള്ളതാണ് നമ്മളുടെ ആൻസർ. ഓക്കെ, അടുത്ത ചോദ്യം. അന്തസന്നിവേശം എന്ന സങ്കല്പത്തെ സിദ്ധാന്ത പദവി നൽകി ചർച്ച ചെയ്തത് ആരാണ്? ഓപ്ഷൻ 1 വി രാജകൃഷ്ണൻ, ഓപ്ഷൻ 2 അയ്യപ്പ പണിക്കർ, ഓപ്ഷൻ 3 നരേന്ദ്രപ്രസാദ്, ഓപ്ഷൻ 4 ആശാ മേനോൻ. ഇതിൽ ആരാണ് അന്തസന്നിവേശം എന്നുള്ള സങ്കല്പത്തിന് പ്രാധാന്യം കൊടുത്തിട്ട് സിദ്ധാന്ത പദവിയിലേക്ക് അതിനെ കൊണ്ടുവന്നത്? ഓപ്ഷൻ 3 നരേന്ദ്രപ്രസാദ് ആണ്. സാർത്രിയൻ സ്വാതന്ത്ര്യ ദർശനത്തിനൊക്കെ നിരൂപണത്തിൽ വലിയ സ്ഥാനം കൊടുത്തിട്ടുള്ള ആളാണ് നരേന്ദ്രപ്രസാദ്. നരേന്ദ്രപ്രസാദിനെ സ്ഥിരം നമുക്ക് നിരൂപണത്തിനകത്ത് ചോദിക്കാറുണ്ട്. അദ്ദേഹത്തിന്റെ കൃതികളും നിഷേധികളെ മനസ്സിലാക്കുക, ഭാവുകത്വം മാറുന്നു, ആധുനികതയുടെ മധ്യാഹ്നം, അങ്ങനെയുള്ള കൃതികളൊക്കെ ചേരുംപടിക്കൊക്കെ ചോദിക്കാറുണ്ട്. മുൻപ് ഏതൊരു പരീക്ഷയിൽ ബാലചന്ദ്രൻ ചുള്ളിക്കാടിന്റെ പ്രതിനായകൻ എന്നുള്ള കവിതയ്ക്കകത്ത് വരുന്നത് ആരാണ് എന്നുള്ളൊരു ചോദ്യം ഉണ്ടായിരുന്നു. അതിന്റെ ഉത്തരവും നരേന്ദ്രപ്രസാദ് ആണ്. പിറ്റത്തെ കൊല്ലം പരീക്ഷയ്ക്ക് അതിനെ നേരെ തിരിച്ചു ചോദിച്ചിരുന്നു. നരേന്ദ്രപ്രസാദിനെ നായകനാക്കിയിട്ട് പ്രതിനായകൻ എന്നുള്ള കവിത രചിച്ചത് ആരാണ് എന്നും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പോ നരേന്ദ്രപ്രസാദ് ആണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോകുന്നു. പ്രിയദർശിനിയായ മരണം എന്ന ലേഖനത്തിൽ ആരെയാണ് KP അപ്പൻ പഠന വിധേയമാക്കുന്നത്? കുമാരനാശാൻ, നന്ദനാർ, രാജലക്ഷ്മി, ഇടപ്പള്ളി, രാഘവൻ പിള്ള. ആരെയാണ് പഠന വിധേയമാക്കുന്നത് പ്രിയദർശിനിയായ മരണം എന്നുള്ള ലേഖനത്തിൽ? നമുക്കറിയാം KP അപ്പൻ ആരെ കുറിച്ചൊക്കെ പഠിച്ചിട്ടുണ്ട്. ഇടപ്പള്ളിയെ പറ്റി പഠിച്ചിട്ടുണ്ട്, രാജലക്ഷ്മിയെ പറ്റി പഠിച്ചിട്ടുണ്ട്, ആശാനെ പറ്റിയിട്ടൊക്കെ പഠിച്ചിട്ടുണ്ട്. ആശാൻ കവിതയിലെ ഫ്ലവർ ഷോ അദ്ദേഹത്തിന്റെ മികച്ചൊരു പഠനങ്ങളിൽ ഒന്നാണ് അല്ലെ? അതുപോലെ തന്നെ രാജലക്ഷ്മിയുടെ കഥകളെ കുറിച്ചും പഠിച്ചിട്ടുണ്ട്. ഇവിടെ പ്രിയദർശിനിയായ മരണം എന്നുള്ള ഒരു കീവേഡ് നമുക്ക് തന്ന സ്ഥിതിക്ക് ആരായിരിക്കും ഇവിടെ ഉത്തരം? ഓപ്ഷൻ 4 ഇടപ്പള്ളി രാഘവൻ പിള്ളയാണ് നമ്മുടെ ശരിയായിട്ടുള്ള ആൻസർ എന്ന് മനസ്സിലാക്കാം. ഓക്കെ, 144ാമത്തെ ചോദ്യം. പ്രകൃതിയോട് പ്രത്യയങ്ങൾ ചേർത്ത് വയ്ക്കുന്ന കക്ഷ്യാ വിഭജന രീതി. കക്ഷികളും ഗോത്രങ്ങളും ഭാഷാശാസ്ത്രത്തിൽ നിന്ന് സ്ഥിരം ചോദിക്കുന്നതാണ്. വൈകൃത കക്ഷ്യ, സംശ്ലിഷ്ട കക്ഷ്യ, പ്രാകൃത കക്ഷ്യ, അപകൃത കക്ഷ്യ. ഇത് എളുപ്പമാണല്ലോ. ഏതാണ് പ്രകൃതിയോട് പ്രത്യയങ്ങൾ ചേർത്ത് വയ്ക്കുന്ന ഇതെന്ന് പറയുന്നത്? പ്രകൃതിക്കും പ്രത്യയത്തിനും സ്വതന്ത്രമായിട്ടുള്ള നിലനിൽപ്പുള്ളത് ഏതിനാണ്? അപ്പോഴല്ലേ ചേർത്ത് വെക്കാൻ പറ്റുന്നുള്ളൂ. അപ്പോ ഓപ്ഷൻ 2 സംശ്ലിഷ്ട കക്ഷിയാണ് ഉത്തരം അല്ലെ? പ്രകൃതിയോട് പ്രത്യയങ്ങൾ ചേർത്ത് വെക്കുന്ന കക്ഷ്യ വിഭജന രീതി ഏതാണ്? സംശ്ലിഷ്ട കക്ഷ്യ. അതിലാണ് പ്രകൃതി പ്രത്യയങ്ങൾ സ്വതന്ത്രമായിട്ട് നിലനിൽക്കുന്നത്. മലയാളം
ദ്രാവിഡ ഗോത്ര ഭാഷകൾ ഒക്കെ എന്താണ് സംശ്ലിഷ്ട കക്ഷിക്ക് ഉദാഹരണമാണ്. പ്രകൃതി മാത്രമായിട്ട് നിലകൊള്ളുന്ന ഭാഷകളാണ്, ഒറ്റ ഇതായിട്ട് മാത്രം നിലകൊള്ളുന്നതാണ് പ്രാകൃത കക്ഷിയിൽ ഉൾപ്പെടുന്നത്. ഇപ്പൊ ചൈനീസ്, ടിബറ്റൻ പോലുള്ള ഭാഷകളൊക്കെ പ്രാകൃത കക്ഷിക്ക് ഉദാഹരണങ്ങളാണ്. ഈ പ്രകൃതിയും വൃത്തിയും വേർതിരിക്കാനാവാത്ത രീതിയിൽ കൂടിച്ചേർന്നിട്ടുള്ളതാണ് ഏത്? വൈകൃത കക്ഷിയ എന്ന് പറയുന്നത്. വൈകൃത കക്ഷിക്കകത്താണ് ഏത് വരുന്നത്? ഇംഗ്ലീഷ്, യൂറോപ്യൻ ഭാഷ, ഇൻഡോ യൂറോപ്യൻ ഭാഷകള്, സംസ്കൃതമൊക്കെ വരുന്നത് വൈകൃത കക്ഷിയെക്കകത്താണ്. അപ്പൊ സംശ്ലിഷ്ട കക്ഷിയാണ് നമ്മളുടെ ഇവിടുത്തെ പ്രകൃതിയോട് പ്രത്യയങ്ങൾ ചേർത്ത് വെക്കുന്ന കക്ഷിയ വിഭജന രീതി എന്ന് പറയുന്നത്. കക്ഷികൾ ഇമ്പോർട്ടന്റ് ആണ്, ചെറിയൊരു പോർഷൻ ആണ്. ഇന്ന് മനസ്സിരുത്തി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ എക്സാമുകൾക്കും ഉപകാരപ്പെടാവുന്നതേ ഉള്ളൂ. പുരാവൃത്തങ്ങളോടും യക്ഷിക്കഥകളോടും രഹസ്യജ്ഞാനോപദേശങ്ങളോടും പ്രാഗ്രൂപങ്ങൾക്ക് സംബന്ധമുണ്ടെന്ന് നിരീക്ഷിച്ചത്. ഓപ്ഷൻ 1 CG യുങ്, ഓപ്ഷൻ 2 ഫ്രോയിഡ്, ഓപ്ഷൻ 3 കീർക്കഗാർ, ഓപ്ഷൻ 4 നീഷെ. അപ്പോ ആരാണ് ഈ ഒരു യക്ഷിക്കഥകളോടും പുരാവൃത്തങ്ങളോടും യക്ഷിക്കഥകളോടും രഹസ്യജ്ഞാനോപദേശങ്ങളോടും പ്രാഗ്രൂപങ്ങൾക്ക് ബന്ധമുണ്ടെന്ന് നിരീക്ഷിച്ചത്? അപ്പൊ നമുക്കിവിടെ ഉത്തരമായിട്ട് മാർക്ക് ചെയ്യേണ്ടത് ഓപ്ഷൻ 1 CG യുങ് ആണ്. ഓപ്ഷൻ 1 CG യുങ്. യുങ് ആണ് ഈ ഒരു പ്രാഗ്രൂപങ്ങളെ സംബന്ധിച്ചിട്ടുള്ള ഒരു കാര്യം നിരീക്ഷിച്ചിട്ടുള്ളത്. അപ്പോ പാശ്ചാത്യ സാഹിത്യം, ഫ്രോയിഡ് ആണെങ്കിലും കീർക്കഗാർ ആണെങ്കിലും നീഷെ ആണെങ്കിലും പാശ്ചാത്യത്തില് ഉള്ള സിദ്ധാന്തങ്ങളും കാര്യങ്ങളും എല്ലാം നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. അത് നമ്മളോട് ചോദിക്കാറുമുണ്ട്. ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ. ഭാഷ അർത്ഥത്തെ വഹിക്കുന്നില്ല, പകരം വഴികാട്ടുക മാത്രമാണ് ചെയ്യുന്നത് എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? ഫിൻമോർ, ലങ്കാർക്കർ, മാർക്ക് ടേർണർ, നോം ചോംസ്കി. ഇത്രയാണ് നമ്മൾക്ക് തന്നിട്ടുള്ള ഓപ്ഷൻസ്. അപ്പൊ ഇതിലെ ഭാഷ അർത്ഥത്തെ വഹിക്കുന്നില്ല, പകരം വഴികാട്ടുക മാത്രമാണ് ചെയ്യുന്നത് എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണെന്നാണ് ചോദ്യം. അപ്പൊ നേരത്തെ ദറിദയുടെ ഒരു ചോദ്യം നമ്മൾ കണ്ടിരുന്നു. എന്താണ്? അർത്ഥത്തിന്റെ അനന്തമായ സ്ഥാനാന്തരീകരണമാണ് എഴുത്ത് എന്നുള്ള അഭിപ്രായപ്പെട്ടത് ആരാണെന്നുള്ള രീതിക്കുള്ള. ഇവിടെ ചോദിച്ചിട്ടുള്ളത് ഭാഷ അർത്ഥത്തെ വഹിക്കുന്നില്ല, പകരം വഴികാട്ടുക മാത്രമാണ് ചെയ്യുന്നത് എന്നാണ്. അപ്പൊ അത്തരത്തിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് മുന്നോട്ട് വെച്ചിട്ടുള്ളത് ആരാണ്? ഓപ്ഷൻ 2 ലങ്കാർക്കർ ആണ്. ഇതാണ് ഓപ്ഷൻ 2 ലങ്കാർക്കർ ആണ് ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം. ഇനി അരിസ്റ്റോട്ടലിന്റെ ദുരന്ത നാടക സങ്കല്പത്തിലെ ഐക്യത്രയത്തിൽ ഉൾപ്പെടാത്തത് ഏത്? വളരെ എളുപ്പമുള്ള ഒരു ചോദ്യം. ഇവിടെ തന്നെ കിടപ്പുണ്ട്. ഇതിവൃത്തം. ഓപ്ഷൻ 2 ആണ് എന്തില്ലാത്തത്? ഐക്യത്രയത്തിൽ. ത്രയം എന്ന് പറയുമ്പോൾ 3 വരുന്നുള്ളൂ. സ്ഥലകാല ക്രിയകളാണ് ഐക്യത്രയങ്ങൾ എന്ന് നമ്മൾ ഡിഗ്രി മുതലേ അരിസ്റ്റോട്ടലിനും പ്ലേറ്റോ ഒക്കെ പഠിക്കുമ്പോൾ തന്നെ പഠിച്ചു വരുന്നതാണ്. അപ്പൊ ആ ക്വസ്റ്റിനകത്ത് ഒരു കൺഫ്യൂഷനും ആവശ്യമില്ല. എന്താണ്? സ്ഥലം, കാലം, ക്രിയ, അതാണ് ഐക്യത്രയങ്ങൾ. അപ്പൊ ഇതിൽ ഉൾപ്പെടാത്തതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഏതാണ്? ഇതിവൃത്തമാണ് ആൻസർ. ഇനി 148ാമത്തെ ചോദ്യം. അനൗചിത്യാദൃതേ നാന്യത് രസഭംഗസ്യ കാരണം. അനൗചിത്യമാണ് ഇതിനുള്ള കാരണം, രസഭംഗത്തിനുള്ള കാരണം എന്ന് പ്രസ്താവിക്കുന്നത് ആരാണ് എന്നാണ് ചോദ്യം. പൗരസ്ത്യത്തിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഭരതൻ, ധനഞ്ജയൻ, ആനന്ദവർദ്ധനൻ, ക്ഷേമേന്ദ്രൻ. അപ്പൊ നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. കാരണം ഔചിത്യം എന്നുള്ള ഒരു കീവേഡും രസഭംഗസ്യം എന്നുള്ളതും നമുക്ക് ഒന്ന് ഉള്ളിലേക്ക് എടുത്തു കഴിഞ്ഞാൽ കിട്ടാവുന്നതേ ഉള്ളൂ. ഇതേതാണ്? താഴെ പറയുന്ന പോലെ ഔചിത്യത്തെ കുറിച്ച് ചർച്ച ചെയ്തിട്ടുള്ളത് ആരാണ്? ക്ഷേമേന്ദ്രനാണ് അല്ലെ? ഓപ്ഷൻ 4 ക്ഷേമേന്ദ്രനാണ് ഔചിത്യത്തെ കുറിച്ച് ചർച്ച ചെയ്തിട്ടുള്ളത്. ഔചിത്യ വിചാര ചർച്ച ആരുടെ പുസ്തകമാണ്? ക്ഷേമേന്ദ്രന്റെ പുസ്തകമാണ്. അതുപോലെ തന്നെ കവി കണ്ഠാഭരണം, സിദത്ത തിലകം എന്നുള്ള പുസ്തകങ്ങളും അദ്ദേഹത്തിന്റെ തന്നെയാണ്. അപ്പൊ അനൗചിത്യാദൃതേ നാന്യത് രസഭംഗസ്യ കാരണം. പൗരസ്ത്യത്തിൽ നിന്ന് എപ്പോഴും എന്ത് ചെയ്യാറുണ്ട്? ഇത്തരത്തിലുള്ള അവരുടെ കോട്ടുകള്, അഭിപ്രായങ്ങള്, ശ്ലോകങ്ങൾ ഇതെല്ലാം നമ്മളോട് ചോദിക്കാറുണ്ട്. ശബ്ദാർത്ഥ സഹിതവും കാവ്യം, ശബ്ദാർത്ഥവും കാവ്യം, ആ ഒരു പാറ്റേണിൽ എപ്പോഴും ചോദിക്കാറുണ്ട്. അപ്പൊ അതിൽ നിന്ന് മാറി കുറെ കൂടി ഡീപ്പായിട്ടുള്ള മറ്റുള്ളവരെ കൂടി ഇപ്പോൾ ചോദിക്കുന്നുണ്ട്. അപ്പൊ അതെല്ലാം മനസ്സിലാക്കി വെക്കണം. അടുത്ത ക്വസ്റ്റ്യൻ. വാച്യാർത്ഥത്തിന് അന്വയ തടസ്സം നേരിടുമ്പോൾ മറ്റൊരർത്ഥം കൽപ്പിക്കുന്ന ശബ്ദാർത്ഥ വ്യാപാരം ഏത്? 1 അഭിധ, 2 ലക്ഷണ, 3 വ്യഞ്ജന, 4 താല്പര്യം. ഏതാണ്? വാച്യാർത്ഥത്തിന് അന്വയ തടസ്സം നേരിടുമ്പോൾ മറ്റൊരർത്ഥം കൽപ്പിക്കുന്ന ശബ്ദാർത്ഥ വ്യാപാരം ഏതാണ്? വാച്യാർത്ഥത്തിന് തടസ്സം നേരിടുന്നുണ്ടെന്ന് നമ്മളോട് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അല്ലെ? അപ്പൊ ഏതായിരിക്കും വാച്യാർത്ഥത്തിന് തടസ്സം നേരിടുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത്? ഓപ്ഷൻ 3 വ്യഞ്ജനയാണ് ശരിയായിട്ടുള്ള ഉത്തരം അല്ലെ? ഓപ്ഷൻ 3 വ്യഞ്ജന. കാരണം വാച്യാർത്ഥത്തിന് തടസ്സം, അന്വയ തടസ്സം നേരിട്ടിട്ട് നമ്മൾ അതിന് മറ്റൊരു അർത്ഥം കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം സാങ്കേതികപരമായിട്ടുള്ളതും ഏറ്റവും പ്രാഥമികവുമായിട്ടുള്ള അർത്ഥമാണ് ഏതെന്ന് പറയുന്നത്? അഭിധ എന്ന് പറയുന്നത്. അപ്പോൾ
വാച്യാർത്ഥത്തിന് ഇവിടെ തടസ്സം നേരിടുകയാണ് എന്നോട് പറയുമ്പോൾ ഏതാണ്? ഓപ്ഷൻ 3 വ്യഞ്ജനയാണ് വരിക. അഭിധ വ്യഞ്ജന ലക്ഷണ കാര്യങ്ങളൊക്കെ അതും സ്ഥിരമായിട്ട് നെറ്റ് എക്സാമിൽ എപ്പോഴും ആദ്യകാലം മുതൽക്കേ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. വീണ്ടും ഇതാ ഒരു റിപ്പീറ്റഡ് ചോദ്യം. വടജനങ്ങളുടെ നടുവിലുള്ള ഒരു പടയണിക്കിഹ ചേരുവാൻ വടിവിയെന്നൊരു ചാരു കേരള ഭാഷ തന്നെ ചിതം വരൂ. ഏത് തുള്ളൽ കൃതിയിൽ നിന്നാണ് എന്നാണ് ചോദ്യം. അപ്പൊ നമ്പ്യാരുടെ തുള്ളൽ കൃതികള് അത് ഏതൊക്കെ സെക്ഷനിലുള്ളതാണ്? പറയൻ തുള്ളല്, ഓട്ടംതുള്ളല്, ശീതങ്കം തുള്ളല്, അങ്ങനെ കാറ്റഗറൈസ് ചെയ്യാനും ചോദിക്കാറുണ്ട്. വരികൾ തന്നിട്ടും ചോദിക്കാറുണ്ട്. അപ്പൊ കല്യാണ സൗഗന്ധികം, സഭാപ്രവേശം, കിരാതം, സ്യമന്തകം, ഇത്രയാണ് ഓപ്ഷൻസിലുള്ളത്. നമുക്ക് പരിചിതമായിട്ടുള്ള ഒരു വരി ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും അറിയാം എന്ന് വിചാരിക്കുന്നു. ഏതാണ് ബടജനങ്ങളുടെ നടുവിലുള്ളൊരു പടയണിക്കിഹ ചേരുവാൻ എന്നുള്ളതിൽ വരുന്നത്? സഭാപ്രവേശം. ഓപ്ഷൻ 2 സഭാപ്രവേശത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു വരി വരുന്നത്. ചിരിക്കുന്ന കഥ കേട്ടാൽ ഇരിക്കുമായതല്ലെങ്കിൽ തിരിക്കും എന്നുള്ള വരി വരുന്നത് ഏതിലാണ്? കുംഭകർണ വധത്തിലാണ്. അതും നമ്മളോട് എപ്പോഴും കോമ്പറ്റേറ്റീവ് എക്സാമുകൾക്ക് ചോദിച്ചു കണ്ടിട്ടുള്ള ഒരു വരിയാണ്. ഈ പറഞ്ഞതുപോലെ കുഞ്ചൻ നമ്പ്യാരുടെ തുള്ളൽ കൃതികൾ അത് ഏത് സെക്ഷനിൽ പെടുന്നു, ഏത് വരികളിൽ പെടുന്നു, ഏത് തരം തുള്ളലിൽ വരുന്നു, ഇനി തുള്ളലുകളിൽ തന്നെയുള്ള അതിന്റെ വേഷവിധാനങ്ങൾ കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. നമ്പ്യാരെയും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ്. അപ്പൊ നമ്മൾ ഇന്ന് നമ്മുടെ ക്യാൻസൽ ചെയ്തിട്ടുള്ള എക്സാമിന്റെ 40ഓളം വരുന്ന ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഒരുപാട് അധികം നീട്ടിക്കൊണ്ടുപോയി ബോറടിപ്പിക്കരുത് എന്ന് വിചാരിച്ചിട്ടാണ്, അത്യാവശ്യം കൂടെ എന്നാൽ കുറച്ച് ഇൻഫർമേഷൻസ് അധികം കിട്ടുകയും വേണം എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഏതെങ്കിലും തരത്തിലുള്ള ക്വസ്റ്റ്യൻസുകളിൽ കൺഫ്യൂഷനോ മിസ്റ്റേക്കുകളോ ഇനി വർഷങ്ങളോ മറ്റോ നിങ്ങൾ കണ്ടെത്തിയതിൽ നിന്ന് എന്തെങ്കിലും വ്യത്യാസങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരികയാണെങ്കിൽ കമന്റിലൂടെ അറിയിക്കുക, സംശയങ്ങൾ ചോദിക്കുക. ഓക്കെ, അപ്പൊ അടുത്ത പരീക്ഷയ്ക്ക് കൃത്യമായിട്ടുള്ളൊരു മുന്നൊരുക്കത്തോടു കൂടി തന്നെ നിങ്ങൾ പരീക്ഷയ്ക്ക് പോവുക. തടസ്സങ്ങൾ നമുക്ക് എപ്പോഴും വന്നുകൊണ്ടേയിരിക്കും. അതായത് ക്യാൻസൽ ചെയ്യുക, അല്ലെങ്കിൽ എന്തെങ്കിലും ബാക്കിയുള്ള പ്രശ്നങ്ങൾ വരിക, ആൻസർ കീയിൽ പ്രശ്നങ്ങൾ വരിക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഉണ്ടായിരിക്കാം. പക്ഷെ നമ്മളെപ്പോഴും നമ്മുടെ ലക്ഷ്യത്തിൽ മാത്രം ഊന്നി മുന്നോട്ട് പോവുകയാണ് ചെയ്യേണ്ടത്. അപ്പൊ ക്വസ്റ്റ്യൻ പേപ്പർ ഇതുപോലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ അതും കൂടി നമ്മളോട് പറയുക. ഓക്കെ, അപ്പോൾ താങ്ക് യു.